യെശയ്യാവ് 61-2 വാക്യം. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീർ പകരം അലങ്കാരമായും. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനം സംസാരിക്കുവാൻ അടിയന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ രക്തത്താൽ കഴി ശുദ്ധീകരിച്ച് കൃപയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തോടെ ശാസിക്കുന്നു, ഭർസിച്ച് മാറ്റുന്നു. നാഥ, അവിടുന്ന് മനസ്സരിയണം. വചനം അവിടത്തതാണ്, അടിയൻ അവിടത്തതാണ്. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ ആഴങ്ങളിൽ വെളിപ്പെട്ട് വരുവാട വരുത്തണം. ഈ മർമ്മങ്ങൾ ആഴങ്ങളിൽ വെളിപ്പെട്ട് കർത്താവെ, ആഴങ്ങളിലെ നന്മകൾ ആഴത്തിൽ കിടക്കുന്ന മുത്തുകൾ എടുക്കത്തക്കവണ്ണ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷ്യമായ ഒരു ശബ്ദം പോലും വേണ്ട കർത്താവെ. ഏത് ആത്മാവിലാണ് എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാൻ അടിയന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന, ഈ ശുശ്രൂഷയ്ക്ക് അനുഭവിക്കുന്ന ദൈവമക്കൾ മീഡിയ ചാനലിലൂടെയോ, മന്ന TV ചാനലിലൂടെയോ, യൂട്യൂബ് ചാനലുകളുടെ ലോകമെമ്പാട് സകലവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേകിച്ച് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആലയത്തിലിരിക്കുന്ന ദൈവമക്കൾക്ക്, ഇതിനകത്തിരിക്കുന്നവർക്ക്, പുറത്തു നിൽക്കുന്നവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ഇന്ന് ദൈവം സംസാരിക്കുന്നതിന് പകൽക്കാലമായി സംസാരിക്കുക മാത്രമല്ല, ദൈവം പ്രവർത്തിക്കുന്നതിന് പകൽക്കാലമായി തീരാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവം ഇടപെടാൻ പോകുന്നു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് കർത്താവേ. അടിയനെ താഴ്ത്തുന്നു കർത്താവേ. അങ്ങ് അധ്യക്ഷനായിരിക്കണം. ആദ്യം മുതൽ അവസാനം വരെ അധ്യക്ഷനായിരുന്ന് ഈ ശുശ്രൂഷ ചെയ്തെടുത്താൽ അടിയനെ താഴ്ത്തുന്നു. യാതൊരു ക്ഷീണമോ പ്രയാസമോ ശാരീരമായ ബുദ്ധിമുട്ട് ഒന്നും വരില്ലപ്പച്ച. 2 ദിവസം പൂർണ്ണമായി നിർത്തി 3-ാം ദിവസം ഉപവാസത്തോടെ പൂർണ്ണമായി കർത്താവേ നീ നിർത്തിയ വിധങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്ത് കർത്താവേ. അവിടുത്തെ മഹത്വം ഇറങ്ങട്ടെ, അവിടുത്തെ മഹത്വം ഇറങ്ങി വരണം കർത്താവേ. അവിടുത്തെ കൃപ തന്നെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സകലരുടെ മേൽ വ്യാപരിക്കത്തക്കവണ്ണ ഒരാത്മസാന്നിധ്യ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവേ ഇന്ന് ഈ സഭയിലൊരു പരിവർത്തന ആത്മമണ്ഡലത്തെ തുറക്കത്തക്കവണ്ണ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു, യേശു ക്രിസ്തു നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ചത് യെശയ്യാവ് 61-2 വാക്യത്തിൽ യഹോവയുടെയും പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രശസ്തമാക്കുവാൻ ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാൻ ദുഃഖിതന്മാരുടെയും ആശ്വസിക്കും. വാക്യത്തെ വചനം നമുക്ക് വായിച്ചിട്ട് നമുക്ക് 2 വരാം. 11-ാമത്തെ വാക്യം, അതിൻ്റെ 61-11 വാക്യം വായിച്ചു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. ആമേ. നമ്മുടെ വാക്യത്വ വചനമാണ് 61-11 വാക്യം. അത് വായിച്ചാണ് അടുത്ത് കയറുന്നത്. ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയും തോട്ടത്തിനകത്ത് അതിനെ വിത്തിനെ കിളിപ്പിക്കുന്ന പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകെ നീതിയും സ്തുതിയും മുളപ്പിക്കും. ഹല്ലേലൂയ. ദൈവം ഈ വർഷം മുളപ്പിക്കും. നിന്നെ ഈ വർഷം വളർത്തും. പുതിയത് ഈ വർഷം നിങ്ങൾക്ക് പുതിയൊരു അനുഗ്രഹത്തിലേക്ക് ദൈവം കണ്ടിരിക്കുന്നത്. പുതിയൊരു അനുഗ്രഹത്തിലേക്ക്. നിങ്ങൾ ഉയരത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾ ഉയരത്തില്ല, നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. നമുക്ക് നീതി വേണം, ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹം വേണം. ആമേ. ഹല്ലേലൂയ. ആ വായിച്ചിട്ട് അടുത്ത നമ്മൾ വാക്യത്തെ വചനം വായിച്ചു. അടുത്ത 2-ാമത്തെ 1 പ്രസംഗിച്ചു അല്ലേ, 11 പ്രസംഗിച്ചു, 1 പ്രസംഗിച്ചു, അടുത്ത 2 പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. 61-2 ഇന്നത്തെ ചിന്താ വിഷയം. അത് വായിക്കുന്നു. യഹോവയുടെയും പ്രസാദ വർഷം. ദൈവം പ്രസാദിക്കുന്ന വർഷം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവം പ്രസാദിക്കുന്ന വർഷമാണെന്ന്. അതൊരു ദൂതാണ്. ദൈവം
കടാക്ഷിക്കുന്ന വർഷം, നിങ്ങളുടെ മനസ്സലിയുന്ന വർഷമാണെന്ന്. ദൈവം പ്രസാദിക്കുന്ന വർഷം, ദൈവത്തിന്റെ പ്രസാദ വർഷമാണെന്ന്. പിടിച്ചത് ശബരധാരവരാജപദീനാരകന വൈഡവരംധല ഭൗഡവരാജപദീനാരകരെ ശംദല ഭൗഡവരാജപദീനാരകരെ അസ്തല ഭൗഡവരാജപദീനാരകരെ എന്നോടൊന്ന് പ്രസാദിക്കണമേ എന്ന് വിളിച്ചു പറ. കർത്താവേ, എന്നോടൊന്ന് പ്രസാദിക്കണപ്പ, എന്റെ തലമുറയോട്, എന്റെ കുടുംബത്തോട്. ഓ റിബബ ശബലബ റികമന അസ്തല ഭൗഡവ രാജപദീനാരകരെ അഠബബ റികബല ശബലബ രകന. ഓ, ഒരു പ്രസാദിക്കണമേ കർത്താവ്. എന്റെ ശുശ്രൂഷയിലൊന്ന് പ്രസാദിക്കണമേ, എന്റെ ആത്മീയനൊന്ന് പ്രസാദിക്കണമേ, എന്റെ പൗദ്യത്തിലൊന്ന് പ്രസാദിക്കണമേ. പറ പറ പറ, ഇത് വിളിച്ചു പറ. ദൈവത്തിന്റെ പ്രസാദ വർഷ, ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷ. ദൈവം നിന്റെ മേൽ പ്രസാദിക്കുന്നു, മനസ്സലിയുന്ന വർഷമാണ് 2025. പ്രസാദ വർഷം, ദൈവ പ്രസാദ വർഷം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പ്രസാദിക്കുമെന്നേ, ദൈവം പ്രസാദിക്കുക, ദൈവം നിന്നോട് പ്രസാദിക്കുക. കാര്യമെന്താ? നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. ദൈവം നിന്നോട് പ്രസാദിക്കുക, പ്രസാദിക്കുക, പ്രസാദിക്കുക. മകളാണ്, മകളാണ്, മകനാണ്, മകളാണ്. ശക്തിയോടെ പിടിച്ചത്. നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ ഉപവാസത്തിന്റെ മേൽ മറുപടി, നിന്റെ ഉപവാസത്തിന്റെ മേൽ മറുപടി വരികയാണ്. നിന്റെ ഉപവാസത്തിന്റെ പ്രസാദ, നീ 3 ദിവസം ഉപവസിച്ചത് ഒരു പ്രസാദമായി തീരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചത് ഒരു തുള്ളി കണ്ണുനീര് ഇതിനകത്ത് വീട്ടിട്ടുണ്ട്. ദൈവം പ്രസാദിക്കുന്നത് കേട്ടോ. ഒരു കണ്ണുനീര്, നിന്റെ കണ്ണുനീരിൽ പ്രസാദിക്കുന്ന വർഷം. Shabarika mana atabara rika tara chuda baba rika mana waidabara tharabana atabana tharabana astala bauda rika mana atatara juda mana. Oh hallelujah, amen. Yes, കർത്താവേ, എന്നൊന്ന് പ്രസാദിക്കണം. അത് പിടിച്ചട്, നിന്റെ പദവി ഒന്ന് പ്രസാദിക്കണം. നിന്നെ അംഗീകരിക്കത്തക്കവണ്ണം നിന്റെ കടഭാരം മാറാന്ന് പ്രസാദിക്കണം. ഓ, നിന്റെ രോഗം മാറാന്ന് പ്രസാദിക്കണം. ഓ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഭാവിക്ക് വേണ്ടി ഒന്ന് പ്രസാദിക്കണം. ഹല്ലേലൂയ. വിവാഹ തടസ്സങ്ങൾ മാറാൻ ഒന്ന് പ്രസാദിക്കണം. ഒന്ന് ഭവനം ചേഞ്ച് ആവാൻ വേണ്ടി ഒന്ന് പ്രസാദിക്കണം. ഹല്ലേലൂയ. ഒന്ന് വസ്തു വിൽക്കാൻ വേണ്ടി ഒന്ന് പ്രസാദിക്കണം. അപ്പാ, വസ്തു ഒന്ന് വിൽക്കണം, ചിലതൊന്ന് വാങ്ങണം, അതിനു വേണ്ടി നീ പ്രസാദിക്കണം. ചിലത് പ്രസാദിക്കണം. ഒരു വസ്തുവിന്റെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന് പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ ദൈവം സഹായിക്കണം. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അമ്മമാരുടെ പ്രാർത്ഥനയാണ്, ഒരപ്പന്റെ പ്രാർത്ഥനയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ദൈവം പ്രസാദിക്കണം. ഹല്ലേലൂയ. വർഷങ്ങളോളം ബന്ധിക്കപ്പെട്ട മാനസിക രോഗിയായി കിടക്കുന്ന 28-30 വർഷം കൊണ്ട് കുടുംബത്തിനകത്ത് മാനസിക രോഗി കിടക്കുന്ന മകനെ നോക്കി ഒരപ്പൻ പറയും, ഒരമ്മ പറയും, ഈ മകനോടൊന്ന് പ്രസാദിക്കണോ അപ്പാ, ഒന്ന് പ്രസാദിക്കണോ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോ എത്ര പേർക്ക് അതിനകത്ത് മനസ്സിലാകുന്നുണ്ട്? ഇത് എത്ര പേർക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റും? അത് സ്കാച്ച് ചെയ്യാൻ പറ്റും? ഓ റീബ ഷബ റീക മാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 25 ഞാൻ പറഞ്ഞു, നിന്നെ 24 ആശുപത്രി 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസവും ആശുപത്രി. പക്ഷെ ഈ വർഷം അങ്ങനെ ആയിരിക്കത്തില്ല. ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കയ്യിൽ
കൊള്ളാവുന്ന ഒരു ആയുധമാക്കി തീർന്നാൽ, അപ്പന്റെ കയ്യിൽ നീ കയ്യിൽ കൊടുത്താൽ, ആരെ? ദൈവത്തിന്റെ കയ്യിൽ മാംസപിണ്ഡമായിരിക്കുന്ന നമ്മെ, മാംസപിണ്ഡമായിരിക്കുന്ന നിന്നെയും എന്നെയും ഒരു കളിമണ്ണായിട്ട് ദൈവം കൊടുക്കണം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു മാംസപിണ്ഡമായിരിക്കുന്ന എന്നെയും നിന്നെയും ശബന രഗന ധീന രഗനെ വൈഡവ രന്തല വൗഡവ രാജവ ദീന രഗനെ എന്തായിട്ടാ ഒരു കളിമണ്ണായിട്ട് കൊടുക്കുമെങ്കിൽ ദൈവം പ്രസാദിക്കും. ദൈവം പ്രസാദിക്കും. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ പ്രസാദിക്കുന്നുണ്ട്. മറുപടി ഇല്ലാത്ത ആത്മ പറയുന്നുണ്ട്, ഇതുവരെ മറുപടി കിട്ടാത്ത മാറ്റി ചില കേസുകൾ കോടതിയിൽ ഇന്നാവട്ടെ നാളെയാവട്ടെ മറ്റന്നാവട്ടെ ലോട്ടറി വിളിക്കും പോലെ നാളെ നീണ്ട് ഇലാസ്റ്റിക് വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു മറുപടി വരുന്നുണ്ട്. ചിലത് ഇങ്ങനെ മാറ്റി വെക്കും. തലവേദന വന്നിട്ടുണ്ട്. തലവേദന വന്ന് തല പൊട്ടിപ്പോകുന്ന വേദന വന്നിട്ട് ഇനി പറയും, ഞാൻ അതിൻ്റെ പടി ചവിട്ടത്തില്ല. എനിക്ക് കഴിഞ്ഞ 24 വരെയും നിരാശപ്പെട്ടു. പക്ഷേ നീ നിരാശപ്പെട്ട് പരാജയപ്പെട്ട് നീതിയുടെ സ്ഥാനത്ത് വന്നത് അനീതിയാ 24 വന്നത്. പക്ഷെ ആ സ്ഥാനത്ത് ഇന്ന് 25 പറയും, ദൈവം അതിനെ പാടെ മാറ്റുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പാഠം ഹല്ലേലൂയ. ഒരു ബുക്ക് ഞാൻ ഹല്ലേലൂയ ഒരു പുസ്തകം തന്നെ. ഇത് കണ്ടോ, മാറ്റിവെക്കുന്ന പേജിനെ, ഇതാ മാറ്റി വെക്കുന്ന പേജിനെ, ബുക്കിനെ തിരിച്ച് ദൈവം റീ ഓപ്പറേഷൻ ചെയ്യത്തക്കവണ്ണം മാറ്റി മടക്കി വെച്ച് ഫയലുകൾ സീല് ചെയ്തതിന് റീ ഓപ്പറേഷൻ ദൈവം ചെയ്യുകയാണെന്ന് സംഭവിക്കുന്നുണ്ട്. ദൈവമക്കൾ, ഈ വിഷയത്തിന്റെ മേൽ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ആത്മാ വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു മറുപടി വീഴുന്നുണ്ട്. യെസ് ശബബബ റിഗബല ധനബല അടബല ധനബല ശംദല ബൗഡേ വൈഡ ധാന റീഗ മാന വൈഡ താരെ ചൂഡ മാന റീമ രാജ ദീനവ രാജവ ദീന രഗരെ അടബല ധനബല ശംദല ബൗഡ മാറ്റി നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയ ആ വിഷയത്തിന്റെ മേല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പറഞ്ഞു, യഹോവ പ്രസാദ വർഷം, ഈ വർഷം പ്രസാദിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രസാദിക്കും. നിന്റെ തലമുറ മേൽ വിഷയത്തിൽ പ്രസാദിക്കും. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ, ഈ വർഷം ദൈവം നിന്റെ ജീവിതത്തിൽ പ്രസാദിക്കും. പിടിച്ചെടുത്തോ, തലമുറയില്ല. വർഷങ്ങളോളം ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവം പ്രസാദിക്കുന്നു. ഇത് കേൾക്കുന്ന ചാനൽ കൂടെ കേൾക്കുന്ന സകലരുണ്ട്, യൂട്യൂബിൽ കേൾക്കുന്ന ലോകമെമ്പാടും വിദേശത്തിരിക്കുന്നവരുണ്ട്. അവരിതാ പിടിച്ചെടുക്കുന്നു. ഈ വർഷം ദൈവം പ്രസാദിക്കും. ആമേൻ, ഹല്ലേലൂയ.
ഇത് പറയുമ്പോൾ തന്നെ ആത്മാ പറയുന്നു, ചില സാമ്പത്തിക മേഖലകളിൽ വിടുതൽ പൂർണ്ണമായി വരാൻ പോവുകയാണ്. ചില സാമ്പത്തിക മേഖലകളിൽ നിങ്ങളെ ഞെരുക്കുന്ന ആമേ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നുണ്ട്. ദൈവം പ്രസാദിക്കുന്നുണ്ട്. പിടിച്ചട് ഭവനത്തിനകത്ത് കാല് കുത്തുമ്പോ അത് വന്ന് വിടുന്നിരിക്കും. നിന്റെ ഭവനത്തിനകത്ത് കാല് കുത്തുമ്പോ അതിന്റെ മേൽ വിടുതൽ വന്നിരിക്കും. യെസ്, ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ. പലരും ചോദിക്കാൻ പോകുന്നു, ദൈവം പ്രസാദിച്ച ഇങ്ങനെയാണോ പ്രസാദിക്കുന്നത്? ഒരാളെ ഉയർത്താൻ തുടങ്ങിയ പിന്നെ പിടിച്ചാ നിൽക്കൂല. ഒരുവനെ ഉയർത്താൻ നോക്കിയ അവൻ പിടിച്ചാ നിൽക്കത്തില്ല. അവൻ റോക്കറ്റ് പോലെ കുതിച്ചു വരും. അതാ പ്രസാദ വർഷം. ഇത് പറയുമ്പോ അടുത്ത ഒരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ. നിങ്ങളെ ശരീരത്തിന്റെ മേൽ രോഗങ്ങൾ കൊണ്ടിട്ട് അമ്മേ ഒരു ബേസിൻ നിറച്ച് മെഡിസിൻ കഴിക്കുന്നവരുണ്ട്. ഇവിടെ മാത്രമല്ല, പുറത്തുമുണ്ട്. രാവിലെ ടിഫൻ കഴിക്കുന്ന ഒരു ബോക്സ് 2 ഇഡ്ഡലി 5 ഇഡ്ഡലിക്ക് പകരം 10 ദോശയ്ക്ക് വരെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരു ബോക്സ് നിറച്ച് മെഡിസിൻ. പ്രൈസ് ദി ഹല്ലേലൂയ. അതിനെ ഇന്ന് ദൈവം എടുത്ത് മാറ്റാൻ പോവുകയാണ്. ഇന്ന് ദൈവം എടുത്ത് മാറ്റാൻ പോവുകയാണ്. ഞാൻ വെറുതെ വിളിച്ച് പറയുന്നതല്ല. ഇന്ന് ശരീരം വിട്ടുകൊട്. നിന്റെ ശരീരത്തിലിടുന്ന രോഗങ്ങളെ മാറ്റുവാൻ ദൈവം നിന്റെ ശരീരത്തിൽ പ്രസാദിക്കുന്നുണ്ട്. ശരീരത്തിൽ മേൽ ഒരു വിടുതൽ വന്ന് സംഭവിക്കുന്നുണ്ട്. ശവന രിഗന ധീന രിഗനെ വൈഡവരന്തര ബൗഡവരാജപദീന രിഗനെ അസ്തല ബൗഡവരാജപദീന രിഗനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസാദിക്കുന്നു. ആമേൻ. നിങ്ങളെ എവിടെയാണോ, ഞാൻ ചുരുക്കി പറയാം, എനിക്ക് മുമ്പോട്ട് ഒരുപാട് കടന്നു പോകാനുണ്ട്. വചനം ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നിന്നാൽ ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്കും പോകാൻ പറ്റൂല, എനിക്കും പോകാൻ പറ്റൂല. ഹല്ലേലൂയ. ഞാൻ ചുരുക്കി പറയട്ടെ. ഞാൻ ചുരുക്കി മൊത്തത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കുത്തിട്ട് പറഞ്ഞ് അടുത്ത് കയറാൻ പോവുകയാണ്. നിങ്ങളെ സകലത് ഒതുക്കി കെട്ടിയെടുത്ത്, ഇതാ പറയാൻ പോകുന്നത്, സകലെന്നുള്ള ഒതുക്കി കെട്ടിയെടുത്ത്, വരിഞ്ഞ് കെട്ടിയെടുത്ത് ദൈവം പ്രസാദിക്കാൻ പോവുകയാണ്. ഓ, നിന്നെ വരിഞ്ഞ് കെട്ടി ഒതുക്കിയെടുത്ത് ദൈവം പ്രസാദിക്കാൻ പോവുകയാണ്. യെസ്, ആമേൻ. അഠബലബല ശബ്ബല ബൗഡവരാജപദീനാരകനെ ബലധാരവരാജപദീനാരകനെ വൈഡവരം സലബൗഡവരാജപദീനാരകനെ ശബ്ബാരി കാമാൻ. ഹല്ലേലൂയ. അടുത്ത പോയിന്റ് എന്ന് പറയട്ടെ. നിങ്ങൾ 24 മനസ്സുകൊണ്ട് പറഞ്ഞു, എന്നെ നിർത്തിയിരിക്കുന്ന സ്ഥലം എനിക്ക് ഒരിക്കലും ശരിയാവൂല. ഒരുപാട് പേരുണ്ട്. ആരെയും കൈ ഉയർത്തണ്ട. നിങ്ങളെ മനസ്സിൽ കണ്ടവർ മനസ്സിൽ ആമയും പറഞ്ഞാൽ മതി. പറഞ്ഞവർ നിങ്ങൾ നിർത്തിയ സ്ഥലം 24, ഞാൻ 25 പറയുന്നത്, 24 കാര്യമാണ്. നിങ്ങളെ നിർത്തിയ സ്ഥലത്ത് നിന്നും നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും വേദനകളും ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വിട്ടു എങ്ങനെയെങ്കിലും ഉള്ളത് കൊടുത്ത് ഓടി മതി, അത് ഓടിക്കളയാം.
എന്ന് തീരുമാനമെടുത്ത വിഷയത്തിൻ്റെ മേൽ ഈ വർഷം ആ സ്ഥലത്ത് നിന്നെ മുളപ്പിക്കുകയാണ്. ആ സ്ഥലത്ത് മുളപ്പിക്കുകയാണ്. ആ സ്ഥലത്ത് മുളപ്പിക്കുകയാണ്. നിന്റെ ദേശം വിടാം, വിട്ടുകളയാം. ചിലത് വിട്ടുകളയാം. ഈ ദേശം പറ്റത്തില്ല, 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 പറ്റത്തില്ല. എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വിട്ടുപോയാ മതി എന്ന് പറഞ്ഞവര് ഇവിടെ കൈ ഉയർത്താൻ നോക്കിയ ഒരു 10 വരെങ്കിലും കുറഞ്ഞവർ കാണും. ചാനലിലൂടെ ഒരു 1000 വരെങ്കിലും കാണും. അങ്ങനെ പോവാൻ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ ദൈവം ചെയ്യത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പോയിരുന്നെങ്കിൽ ദൈവം ഇന്ന് പ്രസാദിക്കില്ലായിരുന്നു. അതാ വചനം, നിൽക്കുന്നവർ വിടാതെ വണ്ണം സൂക്ഷിച്ചുകൊള്ളുവിൻ. നിൽക്കുന്നവർ വിടാതെ വണ്ണം സൂക്ഷിച്ചോളാം. 24 സൂക്ഷിച്ചത് കൊണ്ടാ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം സൂക്ഷിച്ചത് കൊണ്ടാ, സൂക്ഷിച്ചത് കൊണ്ടാ. 4 സൈഡിലും പ്രശ്നം വന്നല്ലേ? പ്രശ്നം 4 സൈഡിലും. വീട്ടിനകത്തും പ്രശ്നം, സമാധാനമില്ല. പുറത്തിറങ്ങിയാൽ അതിനെക്കാട്ടി സമാധാനക്കേട്. പോകുന്ന സ്ഥലത്താണെങ്കിൽ അതിനെക്കാട്ടി സമാധാനക്കേട്. മൊത്തത്തിലെ സമാധാനക്കേട്. പക്ഷേ ഈ വർഷം നിനക്ക് മറുപടി തരുന്നൊരു വിഷയമാണ്. നീ മറുപടി തരുന്ന വിഷയമാണ്. ഒരു കാര്യം പറ്റേ, അന്ന് വായ്ക്കാത്തുടുന്ന ചാളുവയും കണ്ണിക്കൂടെ ഒഴുകിയ കണ്ണുനീരും ആമേ മൂക്കളയും കണ്ണുനീരും എല്ലാം കൂടെ ഇന്ന് എന്താണ്? ആമേ സുഗന്ധ തൈലമായി മാറുന്നുണ്ട്. സുഗന്ധ തൈലമായി. വെൺഭരണി തൈല ആമേ പൊട്ടിച്ചതുപോലെ ഇന്ന് 2025 ദൈവ സുഗന്ധമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത പോയിന്റിലോട്ട് പോട്ടെ. പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും. പ്രസാദിക്കുമ്പോ അടുത്ത് പറയുന്നു, ഞാൻ ആമേ പ്രതികാര വർഷവും ചെയ്യും. ഒരു വെടിക്ക് 2 പക്ഷി. ഹല്ലേലൂയ. പ്രസാദ വർഷം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, നമ്മുടെ ദൈവത്തിന് പ്രതികാര ദിവസമോ പ്രശസ്തമാക്കുന്നു. ദൈവം പ്രതികാരം ചെയ്യാം. ഈ വർഷം പ്രതികാരം ചെയ്യും. നമ്മൾ പ്രതികാരം ചെയ്യണ്ട, നമ്മൾ ഒന്നിനും പോണ്ട. നീ ദൈവസന്നെ താഴ്ന്നിരുന്നത് കൊണ്ട്, ഞാൻ എന്റെ ശത്രുവിനെ പാദപിടമാകോളം നീ എന്റെ വലത് ഭാഗത്തിരുന്നത് കൊണ്ട്, 24 ഇരുന്നത് കൊണ്ട് ദൈവം പ്രതികാരം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ദൈവ പ്രതികാരം ചെയ്ത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവ ശിക്ഷിക്കാൻ പോകും. ശിക്ഷിക്കാൻ പോകുക. നിന്നെ ഹല്ലേലൂയ അല്ലെ എന്നെ വട്ടം കറക്കിയ സ്ഥലത്ത് ദൈവം പണി ആരംഭിക്കാൻ പോവുകയാണ്. ഇത് വലിയ സാക്ഷിയാൻ പോവുകയാണ്. ചെറിയ കാര്യമൊന്നുമല്ല. ദൈവം പ്രതികാരം ചെയ്യും. ദൈവം പ്രതികാരം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോടതിക്കും തൂക്കാൻ പറ്റൂല. ഹല്ലേലൂയ. നമ്മൾ പ്രതികാരം ചെയ്താൽ പോലീസായി, കോടതിയായി, പിന്നെ തൂക്കുകയറായി, സകലതുമായി. പക്ഷെ ദൈവം അങ്ങോട്ട് പ്രതികാരം ചെയ്ത ഒരു കോടതിക്കും വിധിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിന്റെ കോടതി വിധിച്ച പ്രതികാരം ചെയ്ത ഒരു വ്യക്തികൾക്ക് ഒരു ആമേ നീതിപീഠത്തിന് ആമേ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവ പ്രതികാര ദിവസം പ്രശസ്തമാക്കുന്നു. അടുത്തു പറയുന്ന ദുഃഖിതന്മാരൊക്കെയും ഈ വർഷം ആശ്വസിപ്പിക്കും.
ദുഃഖത്തിലായിരിക്കുന്നവർ. അതാ ദുഃഖിതന്മാരൊക്കെയും. ദുഃഖിച്ച് ദുഃഖിച്ച് ദുഃഖം എന്ന് പ്രതികരണ സുഖമാണോ? എന്തോന്ന് സുഖം. മനസ്സിനകത്ത് വേദന ഉണ്ടെങ്കിലും പറയും ആ കുഴപ്പമില്ല. പക്ഷെ മനസ്സിനകത്ത് ഒരു വെള്ളം വെട്ടിത്തിളയ്ക്കുന്ന പോലത്തെ ദുഃഖം ഒന്ന് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പറയുന്നവരല്ല. ദുഃഖമെന്ന് പറയുന്നത്, ദുഃഖമുള്ളപ്പോൾ എന്ത് കൊടുത്താലും ഭക്ഷണം കൊടുത്താലും കഴിക്കാൻ പറ്റൂല. പറ്റുമോ? ഇല്ല. അപ്പോൾ സന്തോഷമുള്ള സമയത്ത് മാത്രമേ നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റൂ. പക്ഷെ ദുഃഖമുള്ള സമയത്ത് അതിനൊന്നും നമുക്ക് നേടാൻ പറ്റില്ല. പക്ഷെ ദുഃഖത്തെ മാറ്റുന്ന വർഷം, ദുഃഖിതന്മാരൊക്കെയും ഈ വർഷം 2025 ഒരമ്മ ആശ്വസിപ്പിക്കുന്ന ഉപരിയായിട്ട് സ്വർഗത്തിലെ ദൈവ അപ്പന്റെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കാൻ പോവുകയാണ്. മടിയിലിരുത്തും. നീ ദൈവത്തിന്റെ മടിയിലിരുത്തും. ആരൊക്കെ ഉപേക്ഷിച്ച് പോട്ടെ, ആരൊക്കെ തള്ളി കളഞ്ഞു പോട്ടെ, ആരൊക്കെ വിട്ടുപോട്ടെ, ആരൊക്കെ മറന്നു പോയാലും, ആരൊക്കെ വിട്ടുപോയാലും അപ്പൻ്റെ മടിയിൽ കയറ്റിയിരുത്തുന്ന വർഷം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും ഹല്ലേലൂയ. എൻ്റെ പപ്പ 2024 ഈ ലോകത്ത് വിട്ടുപോയി. എനിക്ക് തീരാത്ത വേദനയായിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ആശ്വാസത്തിൻ്റെ കരം വന്നു, എന്നെ എടുത്ത് മടിയിലങ്ങ് ഇരുത്തി. ഹല്ലേലൂയ. അതാ ഒരമ്മ ആശ്വസിപ്പിക്കുന്ന ഉപരിയായിട്ട് ഒരപ്പൻ ആശ്വസിപ്പിക്കും. ഈ മടിയിൽ നിന്നും കുറച്ചു നേരം ഇരുത്തിയിട്ട് കുറച്ചു നേരം മാറ്റിയിരുത്തൂല. അമ്മയാണെങ്കിൽ കുറച്ചു നേരം കൈ അഴയ്ക്കാൻ മടിക്കുമ്പോൾ മക്കൾ ഇത്തിരി മാറിക്കട, ഉറങ്ങുമ്പോൾ സൂത്രത്തിൽ പയ്യെടുത്ത് അങ്ങോട്ട് കിടത്തും. അത് അമ്മയ്ക്കൊരു പരിധിയുണ്ട്. അമ്മേരെ കുഴപ്പമൊന്നുമല്ല. അമ്മ ജഡമാണ്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അല്ല, ഉറങ്ങുന്നേരം നേരം വെളുക്കുന്നവരെയും കുഞ്ഞിനെ എടുത്ത് ചുണ്ടു കിടക്കാൻ പറ്റൂല. ഒരു പരിധിയുണ്ട്. അമ്മയ്ക്കൊരു പരിധി ഉള്ളപ്പോൾ സ്വർഗം പറയും പരിധികളില്ലാതെ പരിധിക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് കാണുക. ഹല്ലേലൂയ. അവൻ ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ദുഃഖത്തിലാണോ കടന്നു വന്നിരിക്കുന്നത്? വേദനയോടാണോ കടന്നു വന്നിരിക്കുന്നത്? ഇന്ന് പ്രയാസത്തോടാണോ കടന്നു വന്നിരിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. ആമേ ഹല്ലേലൂയ. ഒരാൾ പറയും ബ്രദറെ എനിക്ക് ശാരീരികമായ രോഗപ്രയാസമുണ്ട്, ചിലപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നമാണ്. അടുത്ത് ചോദിച്ചാൽ എന്താ പ്രശ്നം? എനിക്ക് കടഭാരം, 4 ലക്ഷങ്ങളുടെ കടഭാരം, ഉറങ്ങാൻ പറ്റുന്നില്ല, അതൊരു കടഭാരം. അടുത്ത് ചോദിക്കും അടുത്തെന്താ വിഷയം? വീട്ടിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട്, വീടില്ല, അതൊരു പ്രയാസമാണ്. അടുത്ത് ചോദിക്കുന്ന അത് ദുഃഖമാണ്. അടുത്തെന്താണ്? കുഞ്ഞുങ്ങളുടെ കല്യാണം കടന്നു വരുന്നു, ഇതൊരു കല്യാണമായിട്ടില്ല, സാമ്പത്തികം ഒന്നും ആയിട്ടില്ല. അതുപോലെ അടുത്ത് പറയും എന്താ? കേസിൻ്റെ മേൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നിൽ പരമുള്ള വിഷയത്തിന്റെ മേലാ മറുപടി വരാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യത്തിനല്ല പറയുന്നത്, ഒന്നിൽ പരമുള്ള വിഷയത്തിന്റെ മേൽ സ്വർഗം നിങ്ങൾ ആശ്വസിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്ന വർഷം. ഈ വർഷം ദൈവ ദുഃഖിതന്മാരെ, നിന്റെ ദുഃഖത്തെ ദൈവം എടുത്ത് മാറ്റി ആനന്ദമാക്കി മാറ്റാൻ പോകുകയാണ്. ദുഃഖം മാറുന്ന വർഷം 2025 ദൈവ ദുഃഖത്തെ മാറ്റുന്ന വർഷമാണ്. ഒരു സാക്ഷി ഞാൻ പറയാം. ഈ കഴിഞ്ഞ 25 1-ാം മാസം നടന്ന 3 വിഷയമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒന്ന് ഇവിടെയല്ല, ഇത്തിരി വിദൂരത്തിലാണ്. അടുത്തും ഒന്ന് ഇത്തിരി ദൂരെയാണ്, ഒന്ന് അനക്കാട്ടി ദൂരെയാണ്, സ്ഥലം പറയത്തില്ല. 3 കാര്യം ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ 3 കാര്യവും എൻ്റെ ഹൃദയം തകർത്തു, എന്നെ തകർത്ത് കളഞ്ഞു, എൻ്റെ ദുഃഖത്തിലേക്ക് കൊണ്ടിട്ടു. ഞാൻ നിരാശയോടെ മടങ്ങി, വേദനയോടെ ഇരുന്നു. കരഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ അകം പൊട്ടിക്കരഞ്ഞു. ഒന്ന് ഞാനിവിടെ പൊട്ടിക്കാം. നമ്മുടെ വാക്തത്വ വചനം ഇന്നെടുത്തേ. ഇത് ചെറുതൊന്നുമല്ല, വലിയ കാര്യമാണ് കേട്ടോ. ഇത് ചുമ്മാ എടുത്ത് കൊണ്ട് വയ്ക്കാനൊന്നുമല്ല പറഞ്ഞത്. ഈ വാക്തത്വ വചനം എല്ലാവർക്കും അറിയാം. ചിലർ ഞാൻ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുന്നു, വീട്ടിൻ്റെ ബാക്കിൽ.
ചിലർ കൃത്യമായിട്ട് കയറുന്നടുത്ത് തന്നെ. പക്ഷേ ഈ അത്ഭുതം നടന്ന വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്താണ്? ഭൂമി തൈകൾ മുളപ്പിക്കുന്ന പോലെയും തോട്ടത്തിൽ നിന്ന് വിതച്ച വിത്തിനെ കിളിപ്പിക്കുന്ന പോലെ യഹോവയെ കർത്താവ് സകല ജാതികളെ നീതി സ്തുതി നീതിയെ മുളയ്ക്കും. പക്ഷെ അനീതി മുളയ്ക്കാൻ അവിടെ വന്നത്. പക്ഷേ നിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആര് നിന്നു? യേശു നിന്നു. നിൻ്റെ കട്ടളപ്പടിയിൽ ആരുണ്ടായിരുന്നു? വചനം ആരാ? ഇതിൽ ആരാ എഴുതിയിരിക്കുന്നത്? കാണുക നീതി ആരാ ചെയ്യുന്നത്? ദൈവം, കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു കട്ടളമേൽ നിൽക്കണോ ബാക്കി ഇരിക്കണോ? യാതെങ്കിലും മറിച്ചും തിരിച്ചു വെച്ചോ വീട്ടിൽ നേരെ ചെവിനെടുത്ത് പോയി എടുത്ത് വെളിയിലോട്ടെടുത്ത് ഒട്ടിക്കണം. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല, ഇത് പരസ്യമല്ല, വചനമാണ്. എൻ്റെ പേരൊന്നും ഇതിനകത്തില്ല, എൻ്റെ പേര് ഞാനൊന്നും ഇതിനകത്തൊന്നും അല്ല. എൻ്റെ അപ്പൻ പറയുന്നു, നിങ്ങളുടെ ചെയ്യാൻ പറയുന്നു. ഇതിനകത്ത് എൻ്റെ പേരോ എൻ്റെ ഫോട്ടോയോ അല്ല, വേണമെങ്കിൽ എൻ്റെ ഫോട്ടോയും വയ്ക്കാം, എൻ്റെ മോൻ്റെ ഫോട്ടോ വയ്ക്കാം, എൻ്റെ ഭാര്യയുടെ ഫോട്ടോ വയ്ക്കാം, വിശ്വാസിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയി 10 പേര് കാണട്ട്. ആ പരസ്യം എനിക്ക് വേണ്ട. ഇത് മഹത്വത്തിൻ്റെ വചനമാണ്. 2025 ദൈവാത്മാവ് ഇത് അടിച്ച് തന്നിട്ട് വീട്ടിൽ കയറുന്ന നടയിൽ ഫ്രണ്ടിലിരിക്കണം, അല്ലെങ്കിൽ നേരെ വാതിൽ തുറക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇരിക്കണം. പലരും തിരിച്ച് ഇങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ആര് എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അടുത്ത് വരുമ്പോൾ നേരെ തിരെടുത്ത് മാറ്റി വയ്ക്കുക. ദൈവം ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. വാതിൽ ആര് നിൽക്കണം? ഞാൻ വാതിക്കൽ മുട്ടുന്നു. ആരാ? കർത്താവ് യേശു ക്രിസ്തു. അല്ല, ഇതിന് മഹത്വം കൊടുക്കാതെ മറ്റുള്ള മുമ്പിൽ മറച്ചു പിടിച്ചാൽ ഈ വർഷം ദൈവം നിന്നെ മറച്ചു പിടിക്കും. നീ ഏത് രീതിയിൽ ചരിച്ചു വയ്ക്കുമോ ദൈവം ആ രീതിയിൽ ചരിച്ചു വയ്ക്കും. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞ് ഇതനുസരിക്കുന്നവർക്ക് അനുഗ്രഹം, ഇതനുസരിക്കുന്നവർക്ക് അനുഗ്രഹം. തിരിച്ചും മറിച്ചും കമത്തിയും വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ആയി പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഒരുപാട് 99% വളരെ ഭക്തിയോടെ തന്നെ വെച്ചു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. വെച്ചവർക്ക് നല്ല സ്തോത്രം. പക്ഷേ ഈ ഭവനത്തിനകത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല, തീയാണ് ഇത്. പിശാച് ഇതിനെ പൊട്ടിച്ച് കയറത്തില്ല. പിശാച് ഒന്ന് അറയ്ക്കും. നീ ഉറങ്ങുമ്പോഴും എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ ഒന്ന് നോക്കും. തീയായിട്ടാണ് ഇറങ്ങി നിൽക്കുന്നത്. ഭവനത്തെ 4 ചുറ്റും തീയായിട്ടാണ് നിൽക്കുന്നത്. മഹത്വത്തിൻ്റെ വചനമായി ഇറങ്ങി നിൽക്കുന്നത്. ഇതിനകത്ത് നിന്നും ഒരാത്മാവിനെ കൊണ്ടുപോകാൻ നോക്കി. ഒരാത്മാവിനെ കൊണ്ടുപോകാൻ നോക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പറയട്ടെ, ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? 15 ഉറക്ക ഗുളിക എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് മരിക്കണം. ഈ കഴിഞ്ഞ മാസം 15 ഉറക്ക ഗുളിക എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കണ്ട, എനിക്ക് ആരുമില്ല. എല്ലാവരും ഉണ്ട്, പക്ഷെ എന്നാലും എല്ലാവരും ഒറ്റപ്പെടുത്തി. മൊത്തത്തിലെ ഒറ്റപ്പെടുത്തി, കംപ്ലീറ്റും ഒറ്റപ്പെട്ടു. ചില വിടുതലിന് വേണ്ടി എനിക്ക് പറഞ്ഞേ പറ്റൂ. ചില സാക്ഷികൾ നടന്ന കാര്യമാണ്. ഞാൻ കഥ ഉണ്ടാക്കി പറയാൻ കഥാനായകനൊന്നുമല്ല, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസനാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ വ്യക്തി 15 ഉറക്ക ഗുളി എടുത്തിട്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് ഒന്ന് വിചാരിച്ചു, ഇത് മൊത്തത്തിൽ വിഴുങ്ങണോ ഓർന്നാറ്റ് വിഴുങ്ങണോ? ഒന്ന് വിഴുങ്ങി നോക്കാം, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി വിഴുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 15 ഉറക്ക ഗുളിയെ എങ്ങനെ സംഘടിപ്പിച്ചപ്പാ, ഞാൻ ഞെട്ടിപ്പോയി. ഇതിനോട് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ. ഞെട്ടിപ്പോയി. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പാസ്റ്റേ അതാരാണെന്ന് പറഞ്ഞൊരു ആരും പറയും. ഞാനും ദൈവവും ആ വ്യക്തി മാത്രമേ അറിയൂ. ഹല്ലേലൂയ. അതൊരു വിടുതലിന് വേണ്ടിയാണ് പറയണത്. ഈ കഴിഞ്ഞ മാസത്തിൽ നടന്ന അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം അത് നിങ്ങളെ കുടുംബത്തിലായിരിക്കാം, എൻ്റെ കുടുംബത്തിലായിരിക്കാം. മനസ്സിലായോ? ഒന്ന് നിങ്ങളെ കുടുംബത്തിലായിരിക്കാം. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്ന് എൻ്റെ കുടുംബത്തിനകത്തായിരിക്കാം, മറ്റൊരു കുടുംബത്തിൽ. ആരെ കുടുംബത്തിലോ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അത് ആരെ കുടുംബത്തിൽ വേണോ സംഭവിക്കാം. ഇന്നലെ നാളെ അല്ലെങ്കിൽ ആരെ കുടുംബത്തിൽ വേണോ സംഭവിക്കാം. പക്ഷെ 15 ഗുളി എടുത്തിട്ട് ഒന്നെടുത്ത് വിഴുങ്ങി, 14 ഉറക്ക ഗുളിയ ബാക്കിയുണ്ട്. ഇനി എന്തു ചെയ്യണം? എന്ത് ചെയ്യണം? ആ സെക്കൻഡിൽ ദൈവം എന്ന് പറഞ്ഞു,
ഇതിനെ നീ വിഴുങ്ങാതെ ഒറ്റയടിക്ക് കൈ തട്ടി ആ ക്ലോസറ്റിനകത്ത് കൊണ്ടിട്ട് വെള്ളം വീഴ്ത്തി. പിറ്റന്ന് മരിച്ചു കിടക്കേണ്ട സ്ഥാനത്ത് ഒരു വലിയ നിലവിളി ഉയരേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ വചനം നിറഞ്ഞു നിൽക്കുക. അനീതി മുളയ്ക്കത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് അനീതിനെ താമസിക്കത്തില്ല. 14 ഉറക്കക്കുളിയെ എടുത്ത് എന്റെ ദൈവം ആ കൈ കൊണ്ട് തന്നെ പറഞ്ഞു, വെച്ചേക്കേണ്ട കാര്യമില്ല, ക്ലോസറ്റിനകത്ത് കൊണ്ടിട്ട് അത് അതിനകത്ത് മുളയ്ക്കാൻ സാധ്യതയുണ്ട്. ഇനിയും ഇരുന്ന മുളയ്ക്കോ. അതുകൊണ്ട് ഈ 14 ഉറക്കക്കുളിയും എടുത്ത് ക്ലോസറ്റിനകത്തിട്ട് വെള്ളം വീഴ്ത്തി. ഒരു കരമടി ദൈവത്തിന് കൊടുത്തിട്ട് ഒരു വ്യക്തിയെ വിടുവിച്ച വിധങ്ങള്, ഒരു വ്യക്തിയെ, ഒരു ആത്മാവിനെ ദൈവം രക്ഷിച്ച വിധങ്ങൾക്കായി ദൈവത്തിന് മഹത്വം കൊടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാത്മഹത്യ ദുഃഖം, അതാ വചനം പറയുന്നത്. എന്താ? ദുഃഖിതന്മാരൊക്കെയും ദുഃഖം സഹിക്കാതെ വരുമ്പോൾ ആത്മഹത്യയിലോട്ട് പോണത്. ദുഃഖം സഹിക്കാതെ വരുമ്പോൾ ആരും എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസ വാക്ക് പറയാനില്ല, എല്ലാവരും കുറ്റം പറയാനേ കാണും. ഹല്ലേലൂയ. ഇന്നലെ വളരെ വിദൂരത്തുന്ന സമയത്തിനൊക്കെ വലിയ ലക്ഷ്യങ്ങൾ ഞാൻ പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്നതിന്. അവർ പറഞ്ഞു എന്ത് ചെയ്യട്ടെ? ഇല്ല, എന്ത് വന്നാലും ഭൂമി കൂടെ വരുവുള്ളൂ. ആമേ. ഉയരക്കൂടെ വന്ന് കൊണ്ടുപോകത്തില്ല, എല്ലാ ഭൂമിയിൽ കൂടെ നടന്നു കയറിയുള്ളൂ. നമുക്ക് ആ സമയത്ത് ജയിക്കുവാൻ ദൈവം കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇന്ന് ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ആ വ്യക്തിയുടെ വീട്ടിൻ്റെ പുറത്തെന്തുണ്ട്? ഈ വചനം, വാക്തത്വ വചനം ഉണ്ട്. ഈ വാക്തത്വ വചനം ഉള്ളടുത്ത്, വചനമുള്ളടുത്ത് അനീതി ഒരിക്കലും മുളയ്ക്കത്തില്ല. ദുഃഖിക്കുവാൻ ഒരിക്കലും ഇടവരത്തില്ല. അല്ലെങ്കിൽ വലിയൊരു നഷ്ടം ഈ വർഷം വിളിച്ചു പറഞ്ഞു, അത് സംഭവിക്കത്തില്ല. നിങ്ങൾ ആരാണ് എന്താണെന്ന് കേട്ടാ അയ്യോ ഈ വ്യക്തിക്കാണോ? ഒരു നിമിഷം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നിങ്ങൾ ആത്മാർത്ഥമായി ഇത് ചെയ്ത വ്യക്തിയോട്, കർത്താവേ, ഇനി ഒരിക്കലും മരണത്തിന്റെ കെട്ടുകൾ വരാതെ വണ്ണം, ഈ മരണം കൊണ്ടിടുന്ന അനുഭവങ്ങളെ ഈ വർഷം ദൈവം പൊട്ടിച്ചെറിയത്തക്കവണ്ണം, ചാരമാകത്തക്കവണ്ണം ദൈവം അതിനുമേലൊരു വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാതെ പൂർണ്ണമായി വിടുവിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ കൊള്ളാവുന്ന ഒരു ആയുധമാക്കി മാറ്റുവാൻ ദൈവം സഹായിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തന്നെ ആമേൻ. ഈ വചനം സാധാരണ വചനമല്ല. കർത്താവ് യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി 2 കാര്യങ്ങളുണ്ട്, അതും ഭയങ്കര ഡേഞ്ചറായ കാര്യമാണ്. എനിക്ക് 2ഉം ഇന്ന് ഞാൻ പറയത്തില്ല, അവസരം കിട്ടുമ്പോൾ ഞാൻ 2ഉം പറയാം. ചിലപ്പോൾ വലിയ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം, അത് വലിയ ചാനലിലൂടെ എങ്ങനെ ആയിരിക്കാം, ഇപ്പം അത് പറയുന്നില്ല. 2 കാര്യം. ഒന്ന് എന്നെ തകർത്ത ഇത് വിടുതലായി. യെശയ്യാവ് 34:8 വാക്യം. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത പറയും, യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിന് പ്രതിഫലം കൊടുക്കുന്ന സംവത്സരമാകുന്നു. ഈ വർഷം സംവത്സരം ദൈവത്തിന്റെ വർഷമാണ്. 2025 പ്രതിഫലം കൊടുക്കുന്നവന് പ്രതിഫലം കൊടുക്കുമ്പോൾ അടുത്ത പ്രതികാരവും ദൈവം ചെയ്യും. ഈ വർഷം അടി കൊടുക്കേണ്ടവൻ അടി കൊടുക്കുക തന്നെ ചെയ്യും. ഒഴിഞ്ഞൊഴിഞ്ഞ് വിടൂല. 24 വരെ മാറ്റി മാറ്റി നിർത്തി. ഇന്ന് നന്നാവും, നാളെ നന്നാവും. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കണല്ലേ, എൻ്റെ മോളെ ഉപദ്രവിക്കണല്ലേ, ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ മോനെ ഉപദ്രവിക്കുന്നുണ്ടല്ലേ, എൻ്റെ മോളെ ഉപദ്രവിക്കുന്നുണ്ടല്ലേ. 24 വരെയും ദൈവം പറഞ്ഞു പോട്ട് സാരമില്ല. ഈ വർഷം പോട്ട് സാരമില്ല. ആ പോട്ടൊക്കെ വേറെ, കൊച്ചിയിലും കടപ്പുറത്തൊക്കെ പോട്ട്, വള്ളക്കടവിലൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സാരമില്ല, രസമില്ല, സാരമില്ല, രസമില്ല, സാരമില്ല, രസമില്ല, അതൊക്കെ വേറെ. പിടിക്കും. വെട്ടേണ്ടതിനെ വെട്ടും, വെട്ടേണ്ടതിനെ വെട്ടുക തന്നെ ചെയ്യും. ആത്മാവ് അങ്ങനെ പറയാൻ എന്നോട് പറയുന്നത്. വെട്ടേണ്ടതിനെ വെട്ടുക തന്നെ ചെയ്യും. എനിക്ക് അങ്ങനെ പറയുവാനാ ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പ്രതിഫലം തരേണ്ട, വെട്ടേണ്ട വെട്ടുമ്പോൾ പ്രതിഫലം തരേണ്ട പ്രതിഫലം തരും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ദൈവം തരും.
നിന്റെ കാത്തിരിപ്പിന് പ്രതിഫലം തരും. നിന്റെ കാത്തിരിപ്പിന് ഒരു കാത്തിരിപ്പിന് സ്വർഗം പറയുന്നു നിനക്ക് പ്രതിഫലം തരുന്ന വർഷം. യെസ്, കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ, കാത്തിരിക്കുന്ന വർഷത്തിന്റെ മേൽ ദൈവം ന്യായം വിധിക്കാൻ പോവുകയാണ്. വ്യവഹാരം നടത്തുന്നു നീതിമാനായ ദൈവം. ഇവിടെ ഷാരൂൺ കൊലക്കേസിൽ അമ്മ ഇങ്ങനെ ചാനലിലൂടെ പറഞ്ഞു, നീതിമാനായ ദൈവം, സ്വർഗത്തിലെ നീതിമാനായ ദൈവം ജഡ്ജിയുടെ മുമ്പിൽ ഇറങ്ങി വന്നു. ചാനൽ മുഴുവൻ ഒപ്പിയെടുത്തു. പക്ഷെ മഹത്വം ദൈവത്തിന് കൊടുത്ത് പറഞ്ഞു. ഷാരൂൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, കഷായ ട്രീറ്റ്മെൻറ്റ്. കഷായമൊക്കെ കുടിക്കാൻ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം. ജ്യൂസൊക്കെ കുടിക്കാൻ പോകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കെട്ട് കഴിയുന്ന മുമ്പേ കുടിച്ചാൽ ചിലപ്പോൾ ജ്യൂസിൻ്റെ ടേസ്റ്റൊക്കെ അറിയും. എൻ്റെ ദൈവത്തിന് ഉയർത്തേണ്ട സമയത്തെല്ലാം ഉയർത്തി. അവർ പറഞ്ഞു, പിറ്റേന്ന് തലേദിവസം നീതി വരുന്നുമ്പേ പറഞ്ഞു, ഈ അമ്മാവി അമ്മയും കൂടെ പിടിച്ച് ജയിലടയ്ക്കണം, അല്ലാത്ത പക്ഷേ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും. തലേദിവസം വരെ പറഞ്ഞു. അതെന്ന് വെച്ചാൽ അമ്മാവി അമ്മയെ വെറുതെ വിട്ടു, ഈ പെണ്ണിൻ്റെ അമ്മ വെറുതെ വിട്ടു. അപ്പോൾ പറഞ്ഞു, ഇനി അവരെയും വിടൂല, ഇവരും ഇതിന് കാരണമാണ്, എൻ്റെ മോനെ കൊല്ലാൻ കാരണമാണ്. പക്ഷെ തുടങ്ങുമ്പോൾ എല്ലാത്തിനും അടക്കി കൂട്ടി പിടിച്ചു. ഒരു പെണ്ണ് മുഖാന്തരം അമ്മയെ, അമ്മായി അമ്മനെ, കൊച്ചപ്പനെ, കുഞ്ഞമ്മയെ, അമ്മച്ചി എല്ലാത്തിനും പിടിക്കും. പക്ഷേ അവർ പറഞ്ഞു എല്ലാവരെയും പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവരങ്ങ് പിറ്റുന്ന സമയം, ജഡ്ജിമെൻ്റ് സമയം വന്ന സമയത്ത്, ഒരു നല്ലൊരു വിധി വന്ന സമയത്ത് അമ്മ പറഞ്ഞൊരു വാക്യമാണ്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നുണ്ട്, നീതിമാനായ ദൈവം, നീതിമാനായ ദൈവം, നീതിമാനായ ജഡ്ജിയുടെ മേൽ ഇറങ്ങി വന്നു. ഒരു നല്ലൊരു വിധി കിട്ടിയതുകൊണ്ട് പിന്നെ കേസിന് പോണ്ട. ദൈവം വിധിച്ചിട്ട് പിന്നെ വേണ്ട, ഒരു ഹൈക്കോടതിയിലും പോണില്ല എന്ന് പറഞ്ഞു. നല്ലൊരു വിധിയാണ് വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി ഈ വർഷം നമുക്ക് വരും. ദൈവം നീതിമാനാണ്. ദൈവം പ്രതികാരവും ചെയ്യും, പ്രതിഫലവും തരും. മറക്കരുത്, പ്രതിഫലം തരേണ്ടവർക്ക് പ്രതിഫലം തരും. ആമേ, അനുഗ്രഹം കിട്ടേണ്ട അനുഗ്രഹം കിട്ടും. ആമേ, ഇതുവരെ കിട്ടാതെ പോയ വിഷയത്തിന്റെ മേൽ, മറുപടിയില്ലാതെ നടക്കുന്ന വിഷയത്തിന്റെ മേൽ, ആമേ, മറച്ചു പിടിക്കുന്ന വിഷയത്തിന്റെ മേൽ ഈ വർഷം നിനക്ക് മറുപടി വന്നിരിക്കും. ആമേ, ഹല്ലേലൂയ. പ്രതിഫലവും ദൈവം അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് വിധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരു കള്ളസാക്ഷി നിൽക്കില്ല. പണവും വാങ്ങിച്ചുകൊണ്ട് ആരൊക്കെ കള്ളസാക്ഷിക്ക് നിന്നോ എല്ലാം ദൈവം എഴുന്നേറ്റ് നിന്ന് ഇവരൊക്കെ ഓടാൻ പോവുകയാണ്. വക്കീൽ ആദ്യം ഓടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നിന്നും പൈസ വാങ്ങിക്കും, ഇവിടെ നിന്നും പൈസ വാങ്ങിക്കും. അതാണ് സംഭവങ്ങൾ. എവിടേക്കിട്ട് പണി തരാൻ പറ്റുമോ? പക്ഷെ ദൈവമായി എഴുന്നേൽക്കാൻ പോകുന്നത് നിനക്ക് ജഡ്ജിയായിട്ട്. ഇതാ പറയുന്നു, ദൈവം വ്യവഹാരത്തിന് പ്രതിഫലം കൊടുക്കുന്നു, സംവത്സരമാകുന്നു. യെശയ്യാവ് 57:18 വാക്യം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവന്റെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി, ഞാൻ അവരെ നടത്തി, അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ, അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. വീണ്ടും ആശ്വാസം വരും. അതാ ദുഃഖിതന്മാർക്ക് ആശ്വാസം കിട്ടുന്ന വർഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ വഴികൾ ആര് കാണും? പാസ്റ്റർ കാണൂല, പാസ്റ്റർ വിശ്വാസി കാണൂല, ഇവിടെ വിശ്വാസം ആരും കാണില്ല. നിങ്ങളുടെ വഴി ആര് കാണും? സ്വർഗത്തിലെ ദൈവം കാണും. ഹല്ലേലൂയ. ഏത് വഴി? ഇവിടെ ഇരുന്നും കൊണ്ട് ഹൃദയത്തിൻ്റെ ചില വഴികളുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് അവിടെ പോകണം, അങ്ങനെ പോകണം, ഇവിടെ കൂടെ കറങ്ങി അപ്പുറത്ത് പോയി രാമേന്ദ്രൻ പോയി പോത്തീസിൽ പോയി കല്യാണി കൂടെ പോയി നേരം വെളുത്തിട്ടാണ് ഇവിടെ വരാൻ. മനസ്സിലെ വഴികളെ, റൂട്ടുകളെ, ആമേ, ഹല്ലേലൂയ. പോയ വഴികളെ ആര് കണ്ടിരിക്കുന്നു? ദൈവം കണ്ടിരിക്കുന്നു. നീ ഏത് വഴിയിലൂടെയാണ് നടക്കുന്നത് ദൈവത്തിന് നല്ലപോലെ അറിയാം. ഇന്ന് ആരെങ്കിലും വഴി തെറ്റി മാറി നടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന തെറ്റിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ താഴ്മയോടെ എൻ്റെ ഒരു കൂടപ്പറപ്പോലെ ഞാൻ പറയുന്നു, നീ കയറി വാ, ഒരവസരം ദൈവം വെച്ചിട്ടുണ്ട്. ആമേ, വഴി തെറ്റി. പക്ഷെ ഈ വഴി തെറ്റി ഒരു ട്രെയിൻ ഓടുമ്പോൾ 2 പാളത്തിലൂടെയാണല്ലോ ഓടുന്നത്. അത് ഒരിക്കലും 4 പാളത്തിലൂടെ ഓടാൻ പറ്റൂല. ഒരു ട്രെയിൻ ഓടുമ്പോൾ 2 പാളത്തിലൂടെയാണ് എന്നാണ് എൻ്റെ നിഗമനം. നിങ്ങളുടെ നിഗമനം കണ്ട 10 പാളത്തിൽ ഓടിക്കുന്ന പോലെയാണ്. ഒരു ട്രെയിനും കണ്ടിട്ടില്ല, പാളവും കണ്ടിട്ടില്ല. പക്ഷെ വല്ലപ്പോഴേക്ക് തല കൊണ്ട് വെച്ച് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ട്രെയിൻ അവിടെ ദൂരെ നിന്ന് വരുമ്പോൾ ഓടിയവരുമുണ്ട്. എത്ര ദിവസം ട്രെയിൻ പാളമായി നോക്കിയിട്ട് വന്നവരുണ്ടെന്നറിയാമോ?
ഇതിനകത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. ട്രെയിൻ പാളത്തിൽ ആത്മാവ് അങ്ങനെ ഒരു മരിക്കാൻ വേണ്ടി ട്രെയിൻ പാളത്തിൽ വെച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന്. ചിലപ്പോൾ വിചാരിച്ചാണ് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പൊക്കിക്കൊണ്ടുപോകണമെങ്കിൽ നല്ല സൂപ്പർ ഇടിയും കിട്ടും. ആ സമയത്ത് ട്രെയിനും വരില്ല. കല്ലേല ചില നാണക്കേടുകളുമുണ്ട്. പലത് ചിന്തിച്ചു പോയ വിഷയത്തിൻ്റെ മേൽ ആമേ ഹല്ലെ നിരാശപ്പെട്ടു പോയ വഴികളിൽ അതാ നിന്റെ വഴികളെ ആര് കണ്ടിരിക്കുന്നു? ദൈവം കണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് അപ്പൻ്റെ അമ്മേരെയും കണ്ണ് പൊത്താം, നാട്ടുകാരെ കണ്ണ് പൊത്താം, നിങ്ങളെ പാസ്റ്ററിൻ്റെ കണ്ണ് പൊത്താം, എല്ലാവരെയും കണ്ണ് പൊത്താം. പക്ഷേ അപ്പച്ചൻ്റെ, എൻ്റെ യേശു അപ്പച്ചൻ്റെ കണ്ണിന് ആർക്കും പൊത്താൻ പറ്റൂല. കാര്യം നീ പൊത്താൻ വേണ്ടി ചെന്നാൽ കരിഞ്ഞു പോണ സാധനം അവിടെ ഇരിക്കണത്. ഹല്ലേലൂയ. ആർക്കും പൊത്തി പിടിക്കാമല്ലോ. അഗ്നി ജ്വാലയ്ക്കുള്ള കണ്ണ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെ വേണോ നിനക്ക് മറയ്ക്കാം. നിനക്ക് വേണമെങ്കിൽ കൗൺസിലറെ പറ്റിക്കാം, മന്ത്രിയെ പറ്റിക്കാം, ഡിപ്പാർട്ട്മെന്റ് മൊത്തം പറ്റിക്കാം. പക്ഷെ ഒരു ദിവസം പിടികൾ വീഴുമ്പോൾ കണ്ടോ, പത്രത്തിലെ പറഞ്ഞിട്ടോ അവരെ പിടിച്ചു ഇവരെ പിടിച്ചു. ഞാൻ പേര് പറയുന്നില്ല. കേൾക്കുന്നവർ വിചാരിക്കും പാസ്റ്റർ അറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കണമായിരിക്കും. ചിലപ്പോൾ അടുത്ത ആഴ്ച വരാൻ വേണ്ടിയിരിക്കുന്നവരായിരിക്കും, പിന്നെ വരാതെ പോകും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എവിടെയെങ്കിലും പിടി വീഴും. പക്ഷേ നമ്മുടെ വഴികൾ ചൊവ്വായ വഴി അല്ല എങ്കിൽ, നേരായ വഴി അല്ലെങ്കിൽ ബൈബിൾ പറയുന്നു ഈ വഴിയും സത്യവും ജീവനും ദൈവമാകുന്നു. ഈ വഴിയിൽ കൂടെ നടക്കുന്നവന് മാത്രമേ നിത്യരാജ്യത്തിൽ പോകാൻ പറ്റൂ. ഈ വഴി വിട്ടുമാറിയാൽ അനീതി ചെയ്യുന്നവന് ഈ വർഷം ഞാൻ പറയാം സൂപ്പർ അടി അടിക്കും. ഓരോ മാംസത്തിനകത്തും ഓരോ പുഴു ചാടും. മനസ്സിലാകുന്നുണ്ട്? ഓരോ രോമ കൂമത്തിനകത്തും ഓരോ കുണ്ടാമ്പുഴു ഈ വർഷം ചാടും അനീതി ചെയ്യുന്നവന്. എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാര്യം എന്താ, 3 ദിവസവും കഴിഞ്ഞ 7 ദിവസവും ഇരുന്നത് ദൈവ പ്രവർത്തിക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കാനാണ്. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് താഴ്ത്തി കൊടുത്ത് ശുദ്ധീകരണം പ്രാപിയര്. ഇന്ന് ആരും നീതിമാനായിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്കൊന്ന് നന്നാവണമെന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ വീഴുമ്പോൾ പറയണം, എനിക്കൊന്ന് നന്നാവണം. എൻ്റെ ശരീരത്തിലെ കൃമികൾക്കോ പാപത്തിനോ വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം കയറുവാൻ നമ്മൾ അനീതി വിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ വരാനാണ്. പക്ഷെ നമ്മുടെ വഴികൾ നമ്മൾ മാത്രമല്ല കാണുന്നത്, സ്വർഗത്തിലെ ദൈവവും കണ്ടിരിക്കുന്നു. വഴി നേരെ ആയില്ല എങ്കിൽ വഴിയിൽ വെച്ച് പിടിക്കും. സങ്കീർത്തനം 2 പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ഏത് വഴി? നാളെ ഇറങ്ങിപ്പോണ ജോലിയുടെ വഴിയല്ല, ആത്മീയ വഴിയിൽ, ജീവിതത്തിൻ്റെ വഴിയിൽ, ഹൃദയത്തിനകത്തുള്ള വഴിയിൽ വെച്ച് എന്നും നമ്മൾ പുത്രനെ ചുംബിച്ച്. എത്ര പേര് ബൈബിൾ ധ്യാനിക്കുന്നുണ്ട്? എത്ര പേര് ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് ഒരു അധ്യായം വായിക്കുന്നുണ്ട്? അപ്പോൾ ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ആരും കാണുന്നില്ല പറഞ്ഞാണ് വഴി നടക്കുന്നത്. പക്ഷേ വഴി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെയും നമ്മൾ നടന്നു കയറിയത്. നമ്മൾ തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം, ബലഹീന വരാം, പാപം വരാം. ഇവിടെ നീതിമാനായിട്ട് ആരുമില്ല. ഇതൊരു സുവർണ അവസരമാണ് കുഞ്ഞെ. തെറ്റുകളെ തിരുത്തി പാപത്തെ ഉപേക്ഷിച്ച് ജഡത്തിൽ മോഹങ്ങൾ വരുന്നതെല്ലാം വെട്ടി അമർത്തി ഉപവസിച്ച് തീർക്കണം. ഈ ജഡത്തിൽ മോഹം വരും, പക്ഷെ ഉപവസിച്ചാലേ തീരുള്ളൂ. അല്ലെങ്കിൽ വെള്ളക്കോഴിയാണ് തിന്നണത്, പ്രതികരിക്കും. വെള്ളക്കോഴി 40 ദിവസം കൊണ്ട് കയറുന്നുണ്ടെങ്കിൽ അത് 80 ദിവസത്തെ പ്രതികാരം കാണിക്കും. അതിൻ്റെ വീര്യം കാണിച്ചിട്ടേ പോകും. ഇപ്പോഴത്തെ വിഷങ്ങൾ ആഹാരമല്ല, വിഷമാണ്. വഴി കാണുന്നതെല്ലാം വാങ്ങിച്ച് കുടിക്കുകയാണ്. വഴി കാണുന്നിടയൊക്കെ ബന്ധങ്ങൾ, ആരെ കണ്ടാലും ഫോൺ നമ്പർ വാങ്ങിക്കും. ഇപ്പോൾ ഫോൺ വഴിയുള്ള വീട്ടിൽ ഇരുന്നാൽ മതി, വന്ന് കയറിയില്ലേ സംഭവം. ഒന്നിനെ വെട്ടിക്കൊന്നില്ലേ? വേറൊരു ബന്ധം ഉണ്ടായിരുന്നു, ഭാര്യ കുക്കറിനകത്ത് വേവിച്ച് സൂക്ഷിച്ചൊക്കെ കിടക്ക്. ദൈവഗീതമല്ലാത്ത വഴി ചെന്ന് കിടന്നു കഴിഞ്ഞാൽ കുക്കറിനകത്തൊക്കെ പോകും. അപ്പനും അമ്മയൊക്കെ പറയും നല്ല അനുസരണയോടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുക്കറിലും പോകത്തില്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുക്കറിലും പോകത്തില്ല. ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഭർത്താവും കുക്കറിൽ പോകും, ഭാര്യയും കുക്കറിൽ പോകും. ഇപ്പോൾ സഹോദരന്മാർ പറയാണ് നിന്നെ ഞാൻ കുക്കറിനകത്താക്കും.
ഭാര്യ പറയാണ്, നിന്നെ ഞാൻ കുക്കറിനകത്താക്കും. രണ്ടുപേരും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മധ്യ യേശുവിനെ കൊണ്ടുവന്ന രണ്ടുപേരും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊണ്ട്. അതാ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന വർഷമാണ്. അനീതി കണ്ട പ്രതികരിക്കണം. അത് പാസ്റ്റായാലും ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് തെറ്റെന്ന് ധൈര്യമായിട്ട് പ്രതികരിക്കാം. പാസ്റ്റർ ചെയ്ത തെറ്റാണ്, ഞാൻ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ പാസ്റ്റർ അല്ല, ഞാൻ ഒരു ദൈവദാസനല്ല. അപ്പോൾ വഴി ദൈവം കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കുകയും ഞാൻ അവരെ നടത്തിയവർക്ക് അവിടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ദൈവം ഈ വർഷങ്ങളെ വഴി, നീ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നതുകൊണ്ടും ദൈവത്തിൻ്റെ വഴി ഇരുന്നത് കൊണ്ടും നീ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നത് കൊണ്ടും താമസിക്കുന്നത് കൊണ്ടും ദൈവം എന്ത് ചെയ്യുന്നു? നിന്നെ സൗഖ്യമാക്കുന്ന വർഷമാണ്. നിന്റെ രോഗത്തിന്റെ മുറിവുകളെ ദൈവം വെച്ച് കെട്ടുന്നുണ്ട്. സൗഖ്യമാകും. ഞാൻ അവരെ നടത്തിയവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം. എന്ന് പറഞ്ഞാൽ ദുഃഖിതന്മാർക്ക് അവരുടെ ദുഃഖിതന്മാരുണ്ട്. നമ്മളെ നടത്തിക്കൊണ്ട് വന്നിട്ട് വീണ്ടും വഴിതെറ്റിപ്പോകും. നമ്മൾ എത്ര കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയാലും ചില സാധനങ്ങളൊക്കെ ചിലതൊക്കെ ചെളിയിലേ കിടക്കുള്ളൂ. ഈ നടത്തിയിട്ട് പറയും, കർത്താവേ ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ച്, ഇവന് രാത്രിയൊക്കെ നിലവിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, കീറിക്കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു വിടുതലില്ലല്ലോ. ഈ വേദന അവർക്കല്ല, നടത്തുന്നവർക്കാണ്. അതാ നടത്തിയവർക്ക്, അവർക്കൊരാശ്വാസം വരും. അവർ നന്നാൻ പോണെന്ന്. ഹല്ലേലൂയ. അവരെ കൊണ്ട് നമ്മൾ വേദനിച്ചിരിക്കുമ്പോൾ, നടത്തിയവരെ കൊണ്ട് വേദനിച്ചിരിക്കുമ്പോൾ ഈ വർഷം അവർക്കൊരാശ്വാസം കിട്ടും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവർക്കൊരു വിടുതൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വിടുതൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം, നിങ്ങളുടെ തലമുറകൾ കയറി വരുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം. ഹല്ലേലൂയ. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഈ വർഷം വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പിടിക്കാത്തതിനെ ഈ വർഷം പിടിക്കും. 24 പിടിക്കാത്തതിന് ദൈവം ഈ വർഷം പിടിച്ചെടുക്കും. പത്രോസിന്റെ വലയിൽ കയറിയ ഓരോ മീനുകളെ പോലെ ദൈവം പിടിച്ചെടുക്കും. മലാക്കി 4:1-3 വരെ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. നിർത്തി വായിക്കാം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അഹങ്കാരികൾ ദൈവമക്കളല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ മേൽ വിശുദ്ധ ജീവൻ നയിക്കാൻ അനുസരിക്കുന്നവർക്കല്ല, അനുസരിക്കാത്തവർക്ക്. നീ വചനം കേൾക്കുന്ന ദൈവജനമേ, അനുസരിക്കാത്ത പലതുമുണ്ട്. അവരോട് പറയുന്നു ചൂള പോലെ. ചൂള എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? ചൂള, നിങ്ങൾ ചൂള കണ്ടിട്ടുണ്ടോ? തമിഴ്നാടൊക്കെ വല്ലപ്പോഴേക്കും ഉണ്ടാണ്. പണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ചൂള. ഞങ്ങൾ തൊട്ടടുത്ത് വീട്ടിനടുത്തുണ്ടായിരുന്നു. നിങ്ങൾ പോയ സ്ഥലത്ത് വയലായിരുന്നു. എൻ്റെ കുഞ്ഞുകാലത്തൊക്കെ അവിടെ തെങ്ങൊക്കെ കൊണ്ടിട്ട് കത്തിക്കണം. നമ്മൾ തൊട്ടടുത്തുണ്ടായിരുന്നു. ആ വാഴത്തോട്ടൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് കണ്ടായിരുന്നു ചൂള ഉണ്ടായിരുന്നു കത്തുന്നപ്പോൾ. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വേണ്ട സമയത്ത് ചൂളയുണ്ട്. ചൂള പോലെ കത്തുന്ന ദിവസം. ഭൂമി എവിടെ കത്തും? നീ ഇരിക്കണ സ്ഥലം ചൂള പോലെ കത്തും. ഇത് ചുമ്മാ പാർശ്വന്ന് വായിച്ച് രസത്തിന് വിളിച്ചു ഇതിനകത്ത് കുങ്കുമപ്പൂട്ട് പാലിട്ട് തരാനല്ല പറയണത്. ഇന്ന് രസമിട്ട് അല്ല പാലിനകത്ത് കുങ്കുമപ്പൂട്ട് തന്ന് വിടണമല്ല. അതാ വരാൻ പോകുന്ന ദിവസത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. വരാൻ പോകുന്ന കാര്യത്തോട് പ്രവചിച്ച് പറയുക, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ ആ സമയം വരെ വെയിറ്റ് ഇടുന്നു. അത് ഏത് വർഷം എന്നറിയുമോ? ഈ വർഷം. അടുത്ത വർഷം 2026 അല്ല, അത് ആരംഭം കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബും ചാനലൊക്കെ എടുത്ത് നോക്ക്. ദൈവത്തിൻ്റെ മിന്നലൊക്കെ യാത് പവറിലാണ് അടിക്കണമെന്ന്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു മിന്നലടിച്ചപ്പോൾ ഞാൻ ഒരു വിളിച്ചോണ്ട് ഇതിനകത്ത് ഓടി, ഒരു ഇടിയൊക്കെ വെട്ടിയ സമയത്ത്. ഹല്ലേലൂയ. ഇതാ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരൊക്കെയും താളടിയാകും, ഇല്ലാതാകും. ദുഷ്പ്രവർത്തിക്കാരാരാ? അഹങ്കാരികൾ ആരാ? ആമേ. ദുഷ്പ്രവർത്തി ആരാ? മന്ത്രവാദം ചെയ്യുന്നവർ. അണ്ണന്മാർക്കൊരു പണിയുണ്ട്.
കുലുക്കി കുലുക്കി സർവത്ത്. ഇപ്പം കുലുക്കി സർവത്തിലിരിക്കുക. അഹങ്കാരികളും സത്യ ദൈവത്തിൽ അറിഞ്ഞിട്ടും അറിയാൻ നിൽക്കുന്നവർ, മാനസാന്തരപ്പെടാൻ കഴിയാത്തവർ, പാപത്തിൽ പോകുന്നവർ, മറ്റുള്ളവരെ ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർ, ഹല്ലേലൂയ, യാതൊരു രീതിയിലും വേണോ ചിന്തിക്കുക. അതിന് നമ്മൾ എന്താ അനുസരിക്കാത്തവരെന്തെന്ന് പറയും? നിങ്ങൾ വിളിച്ചു പറയില്ലേ? അപ്പോൾ നിങ്ങളാരും പറയാത്ത മക്കളാണ്, ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. പാസ്റ്റർ മാത്രം ദ്വാര പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മോനെ വിളിച്ച് പറഞ്ഞില്ലേ, മോളെ വിളിച്ച്, എടി അഹങ്കാരി ഇങ്ങോട്ട് വാടി, 2 പാത്രം കഴുകടി. പറയും അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, ഇപ്പോഴേ അവൻ കുതിരപ്പുറത്തിരിക്കും പോലെയാ, പിന്നെ കുറച്ച് ദിവസം ആനപ്പുറത്തായിരിക്കും. നിങ്ങൾ പറയാറില്ലേ? നിങ്ങളാരും പറയണമില്ല. ഇത് എൻ്റെ വീട്ടിലാണ് പറയണ പോലെയാണ് ഇരിക്കുന്നത്. ഇത് മിക്ക വീടുകളും പറയുന്ന കാര്യമാണ്, ദൈവത്തെ അറിയുന്നത് അല്ലേ. അതിന് വേറെ ഇതിന് പ്രത്യേകിച്ചുള്ള മുൻകൂർ ജാമ്യമൊന്നും വേണ്ട. എല്ലാവരും പറയും. ഇതുപോലൊക്കെ നമ്മളെ എന്നെ ഈ ദേശത്ത് ഒരാൾ പറഞ്ഞു, അഹങ്കാരി. എന്തോ ഞാൻ വിളിയായിട്ട് ഞാൻ പിറ്റേന്ന് തൊട്ട് പ്രാർത്ഥിച്ചു, അന്ന് തൊട്ട് പ്രാർത്ഥിച്ചു, എന്നിലുണ്ടെങ്കിൽ എടുത്ത് കളയണം. എന്നിൽ വെളിപ്പെടുത്തിയ കുറവ് ആ വ്യക്തി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ അതെനിക്ക് ഒരിക്കലും വരരുത്, എൻ്റെ മക്കൾക്കോ തലമുറയ്ക്കോ ഒരു മക്കൾ നിങ്ങൾക്ക് ആർക്കും വരരുത്, അഹങ്കാരം വരരുത്, ഒരിക്കലും അഹങ്കാരം വരരുത്. ഞാൻ കരയാൻ തുടങ്ങി, അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇതെന്നിൽ വരല്. ഈ സാധനം അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരില്ല. എന്ത് വന്നാലും, പണം വന്നാലും, 10 പണം വന്നാലും, വീട് വന്നാലും, കാറ് വന്നാലും, ആവർത്തിക്കുന്നു, 10 സ്വർണം വന്നാലും, എന്ത് വന്നാലും അഹങ്കരിക്കുക ഒന്നുമില്ല. ഇതെല്ലാം അവിടെ ഇടയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനെ കണ്ട്, അല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടുകൊണ്ട് പോയിട്ടും ഒന്നും അഹങ്കരിക്കണം. എത്രയോ പേര് 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒരുത്തനൂടെ പോകണം. നമുക്കൊന്നിനും പ്രശംസിക്കാൻ പറ്റൂല. ഹല്ലേലൂയ എന്ന് കൂടെ ഇരിക്കുമെന്നും വിശ്വസിക്കാൻ പറ്റൂല. സിനിമാ ലോകം കണ്ടില്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഏതിൽ നമുക്ക് അഹങ്കരിക്കാൻ പറ്റും? അതാ, നമ്മൾ ഏതെങ്കിലും അഹങ്കരിച്ചാൽ അവിടെ സ്വർഗത്തിൽ ചുവപ്പ് ലൈറ്റ് കത്തും. അവിടുത്തെ ഓരോ ബഡിന് വെച്ചിട്ടുണ്ടെന്നേ, പച്ച, ചുമപ്പ്, മഞ്ഞ, 12 കളർ ലൈറ്റും ഉണ്ട്. 12 ഗോത്രങ്ങൾ, 12 കല. ഇവിടെ 12 കാര്യം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഓരോ ലൈറ്റ് അവിടെ കത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ചൂള പോലൊക്കെ ദിവസത്തിൽ ആരൊക്കെയാണ് പോകുന്നത്? അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരെല്ലാം താളടിയും പൂർണ്ണമായി ഇല്ലാതാകും. പ്രൈസ് ദി ലോർഡ്. ദുഷ്പ്രവൃത്തിക്കാർ, ആമേൻ. ഹല്ലേലൂയ. സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും, വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ശേഷിക്കുന്ന കൊമ്പ് ആരാ? ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിലൊരു വെളിപ്പാടിങ്ങനെ എനിക്ക് ദൈവം തന്നു. ഹല്ലേലൂയ. അതാ ഇതിനകത്ത് കയറി വന്നത്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെങ്കടലിൽ നിൽക്കുക, എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ ചിന്താവിഷയം ഇതായിരുന്നു. ചെങ്കടൽ നിന്നിട്ട് അരികു വരെ എത്തി. ബാക്കിലോട്ട് നോക്കിയില്ല, മുമ്പിലോട്ട് നിന്ന് നോക്കിയപ്പോൾ ചെങ്കടലിൻ്റെ അരിവിൽ നിൽക്കുകയാണ്. ആര്? ഇസ്രായേൽ ജനം മിസ്രൈമിൽ വെച്ച് ചെങ്കടലിൽ നിൽക്കുക. എന്നിട്ട് വഴി ഒന്നുമില്ല, ഒരു വഴിയില്ല. ചെങ്കടല, കടലിൽ കൂടെ ഒരിക്കലും നടന്നു പോകാൻ പറ്റത്തില്ല. 40 ലക്ഷം ജനങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. നോക്കിയപ്പോൾ ബാക്കിലോട്ട് തിരിച്ചു പോകാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴി അടഞ്ഞു കിടക്കുകയാണ്, ഈ ചെങ്കടൽ അടഞ്ഞു കിടക്കുകയാണ്. തിരിച്ച് ബാക്കിലോട്ട് പോകാൻ നോക്കിയപ്പോൾ കൊല്ലാൻ വേണ്ടി ഫറവോനും ഫറവോൻ്റെ സൈന്യവും. ഫറവോനുണ്ട്, ഫറവോൻ്റെ സൈന്യമുണ്ട്, കൊമ്പും. അതാ ഇതിനകത്ത് വായിച്ചത് വേരും കൊമ്പും. ഫറവോനും ഫറവോൻ്റെ സൈന്യവും, വേരും കൊമ്പും. മനസ്സിലാവുന്നുണ്ടോ? വേരും കൊമ്പും ശേഷിക്കാതെ നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഫറവോൻ്റെ സൈന്യം, കുതിര, കാലാപ്പട, എല്ലാ പടയും ഉണ്ട്. ആനപ്പട, തേർപട, അന്നത്തെ യുദ്ധത്തിലുള്ള എല്ലാ സകല ഇതുമുണ്ട്. പക്ഷേ ഇവിടെ വഴി ഒന്നുമില്ല. സ്പോട്ടിൽ മരണം മാത്രം. മരണം ആര് കാണുന്നു? ആത്മാവിൽ പിടിച്ചെടുത്തോളാം. ഇത് ഭയങ്കര ഒരു ദൂതിലേക്ക് കൊണ്ടുപോവുകയാണ്, ഒരു വിടുതലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ
മരണം മാത്രം ഈ ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾ നിശ്ചയമായിട്ട് മരിക്കും, ഞങ്ങൾക്ക് എന്തായാലും മരണം. ബാക്കിലോട്ട് പോയാൽ നിശ്ചയമാർ അവർ വെട്ടും, പർവ്വതം വെട്ടും, മണലിൽ വീഴും. ചോര എവിടെ വീഴും? മണലിൽ വീഴും. പക്ഷേ മുമ്പോട്ട് പോയാ ചോര എവിടെ വീഴും? വെള്ളത്തിൽ വീഴും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേള്. മുമ്പോട്ട് പോയാൽ ചോര എവിടെ വീഴും? മണലിൽ. മുമ്പോട്ട് പോയ വന്ന വഴി ബാക്കിലോട്ട് പോയ, തിരിച്ച് നമ്മൾ വന്ന വഴി ബാക്കിലോട്ട് പോയ ചോര മണലിൽ വീഴും. പക്ഷെ മുമ്പോട്ട് പോയാൽ ചോര വെള്ളത്തിൽ വീഴും. എന്തായാലും രക്തം ചൊരിയും, എന്തായാലും മരണം നിശ്ചയമാണ്. മരണം പൂർണ്ണമായി അവരെ കണ്ണിൽ കണ്ടു. അങ്ങനെ രക്ഷപ്പെടില്ല എന്ന് നിൽക്കുന്ന ആത്മാവിൽ ചാനലിലൂടെ കേൾക്കുന്നവരോടും ഈ ശബ്ദം കേൾക്കുന്നവരോട് പറഞ്ഞിരിക്കുന്ന ഒരു ദൂതിലോട്ട് കൊണ്ടുവരുന്നു. നിന്റെ മുമ്പിൽ മരണം മാത്രമെന്ന് കണ്ടിരിക്കുന്ന, മുമ്പിലോട്ടും ബാക്കിലോട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ആ ഒരു അനുഭവത്തിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തികളോട് ആത്മ പറയുന്നു, ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങാൻ പോവുകയാണ്. വഴി അടഞ്ഞുപോയി, വഴിയില്ല, ഇനി ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. ജീവിക്കണമെന്ന് ഒരുപാട് കൊതിയുണ്ട്, പക്ഷേ മരണം എന്തായാലും ഉറപ്പാണ്. ബാക്കിലോട്ട് ആളുണ്ട്, മുമ്പിലോട്ട് വെള്ളം പ്രതികൂലമായിട്ട് കിടക്കുക. പക്ഷെ ഈ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനകത്തുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ ഇതിനകത്ത് മാത്രമല്ല, ചാനലിലൂടെ കേൾക്കുന്നവരും യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ട്. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഹല്ലേലൂയ. പക്ഷേ ദൈവമാണ് വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ആരാ കൊണ്ടുവന്നത്? ദൈവം. ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളെ വഴിയിലിട്ടിട്ട് പോകുമോ? വഴിയിൽ ഉപേക്ഷിക്കുമോ? നിങ്ങൾക്ക് വഴിയില്ല പോകാൻ, മുമ്പോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കർത്താവ് ഇതെന്തൊരു പരിപാടി, നീ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഈ കടലിൽ ഞങ്ങളെ മുക്കിക്കൊല്ലാനാണ് കൊണ്ടുവന്നത്? മനുഷ്യർക്ക് ഓരോ അഭിപ്രായങ്ങൾ. അടുത്ത് വേറെ ആൾ പറയുകയാണ്, എനിക്ക് വേറെ അഭിപ്രായം. പലവർക്കും പല അഭിപ്രായങ്ങളായി പറയുമ്പോൾ, പക്ഷെ ബാക്കിലോട്ട് നിൽക്കുമ്പോൾ നടത്തിയ മോശയോട് പിറുപിറുക്കുന്നു, മോശയ്ക്കെതിരായിട്ട് പിറുപിറുപ്പ് തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ മരണം മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിനോട് ആരെന്നും നിൽക്കുന്നു? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണായി ദൈവത്തെ നിന്റെ അടുക്കലുണ്ട്. നീ നിൽക്കുമ്പോൾ നിന്റെ അടുക്കൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊന്ന് തൊട്ടു നോക്കണം. അദൃശ്യനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവ പൈതലേ, എത്രയോ സാക്ഷികൾ ദൈവദാസന്മാർ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് തൊട്ടാൽ ദൈവപ്രവൃത്തി പെട്ടെന്ന് വ്യാപരിക്കും. പക്ഷെ ദൈവത്തിന് വേറെ പദ്ധതിയാ. പറവനെ സൈന്യത്തെ വേരും കൊമ്പും ഇവിടെ കൊണ്ടുവരണം, വേരും കൊമ്പും കൊണ്ടുവരണം. അതിനാ ഇസ്രായേൽ ജനത്തെ അവിടെ നിർത്തിയത്. യമാർ ഓടി അടുത്ത് വരെ സ്റ്റക്ക് ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും നടന്ന് പോയപ്പോൾ അമ്മാർ ബാക്കിൽ നിന്ന് കുതിരയിലാണ് വരുന്നത്, ആനപ്പുറത്ത് കുതിരപ്പുറത്താണ് വരുന്നത്. പക്ഷേ ഇസ്രായേൽ ജനം ആ കടലിൻ്റെ സ്റ്റക്കായി നിന്നപ്പോൾ എല്ലാം കൈക്ക് പിടിക്കാറായി. ആ സമയത്താ മോശയോട് ദൈവം ഇടപെടുന്നതും ചെങ്കടൽ രണ്ടായിട്ട് തുറക്കുന്നതും. ദൈവ പ്രവൃത്തി കണ്ണടച്ച് തുറക്കും മുമ്പേ സംഭവിക്കും. ദൈവ പ്രവൃത്തി കണ്ണടച്ച് തുറക്കും മുമ്പേ. അതാ നമ്മൾ വിചാരിക്കും ഇതോടെ തീർന്ന് അവിടെ നിൽക്കുന്ന ജനത്തോട് ചോദിക്കണം, സാക്ഷി ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. മോശയുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ മണ്ടൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയുടെ വാക്കല്ല, ദൈവം പറഞ്ഞിട്ടാ വിളിച്ചിറക്കിയത്. മോശയല്ല വിളിച്ചിറക്കിയത്, അതിന് മുഖാന്തരം മോശ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ ഒരു വ്യക്തിയായിട്ട് ഉപയോഗിക്കുമ്പോൾ,
പക്ഷെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. മരം മാത്രമല്ല, കൊമ്പും വേരും വരണം. നിന്നെ നശിപ്പിക്കുന്ന കുടുംബത്തിനകത്ത്, ആ കുടുംബത്തിനകത്ത് വ്യക്തിമാർ അത് സകലത്തിനെയും കൊണ്ടുവരും. ഇതിന് ഭാഗമായിട്ടുള്ള സകലവരെയും, അത് ആ കുടുംബ സകലത്തിനെയും കൊമ്പും വേരുമായിട്ട്, ഒരാളെ മാത്രം ദൈവം വിടത്തില്ല, സകലവരെയും തൂക്കുന്ന വർഷമാണ്. അതാ കൊമ്പും വേരുമായിട്ട്. ഞാൻ പറഞ്ഞ് പെട്ടെന്ന് കടന്നു പോട്ടെ. ഇസ്രായേൽ ജനം ഇറങ്ങിപ്പോയി, നിങ്ങൾക്കറിയാം, ചെങ്കടലിൽ കടന്നുപോയി. അവസാനം അവർ വിചാരിച്ചു ഇത് നേരത്തെ ഒരുക്കി വെച്ച പദ്ധതിയാണ് എന്ന് പറഞ്ഞ് തിരിച്ചവിടെ ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? എല്ലാവരും ഇതിനകത്തൊന്ന് ഇറങ്ങി, അല്ലേ? വേരും കൊമ്പും എല്ലാം കൂടെ ചെങ്കടലിന്റെ നടുവിലെത്തി. ആ നടുവിലെത്തിയ സമയത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കടൽ ഒന്നായിട്ട് മാറി. എവിടെ നശിച്ചു? ചെങ്കടലിനകത്ത് വെച്ച് നശിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചെങ്കടൽ നടുവിൽ വെച്ച് വേരും കൊമ്പുമായിട്ട് നശിപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. അതാ വചനം, അവരെ ദഹിപ്പിച്ച് കളഞ്ഞു. ഇതാ അവരെ ദഹിപ്പിച്ച് കളഞ്ഞ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട്, ആമേൻ, ഹല്ലേലൂയ, ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടങ്ങളെ പോലെയും തുള്ളിച്ചാടും. എന്താ? എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് എന്തുണ്ടാവും? നീതി സൂര്യൻ ഉദിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കും? നീതി സൂര്യൻ ഉദിക്കും. ഈ വർഷം നിനക്ക് വേണ്ടി നീതി സൂര്യനായിട്ട് ദൈവം നീതി ഉദിക്കും. അത് പിടിച്ചത്. ദൈവം ഈ വർഷം നീതി സൂര്യനായിട്ട് ഉദിക്കും. അതാ തിരുവചനം കിടക്കുന്നത്. യഹോവ സകല ജാതികളും കാണുകയും നീതിയും സ്തുതിയും മുളപ്പിക്കും. വാഗ്ദത്ത വചനം, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചിട്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവം ഈ വർഷം ദൈവം നീതി സൂര്യനെ ഉദിപ്പിക്കും. എന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് നിങ്ങൾക്കോ നീതി സൂര്യൻ ഉദിക്കും. തന്റെ ചിറകിൽ, അടുത്ത് പറയുന്നു, തന്റെ ചിറകിൻ കീഴിൽ. ആരെ ചിറകിൽ? കർത്താവിന്റെ ചിറകിൻ കീഴിൽ. ശ്രദ്ധിച്ച് കേക്ക്. ചിറകെന്ന് പറയുമ്പോൾ വേറെ ആരെ ചിറകിൽ പോകരുത്, ദൈവത്തിന്റെ ചിറകിൻ കീഴിലായിരിക്കണം. നമ്മൾ വേറെ ആരെങ്കിലും ചിറകിലോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ തൻ്റെ ചിറകിൽ നോക്കണം. വചനം വ്യക്തമായിട്ട് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നീതി സൂര്യൻ ഉദിക്കുമ്പോൾ ചിറകിൻ കീഴിൽ. നമ്മൾ 3 ദിവസം ആരെ ചിറകിലായിരുന്നത്? കർത്താവിന് ചിറകില്ല. അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റൂ? അത് നമുക്ക് ഭക്ഷണമൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പൻ്റെ ചിറകിൽ ഇരുന്നു കൊണ്ട് ഒരു ക്ഷീണമില്ലാതെ നിൽക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവിടെ ചിറകിലിരിക്കുമ്പോൾ രോഗശാന്തിയോട് കൂടി ഉദിക്കും. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ മേൽ വിടുതൽ, ആത്മാവിലും വിടുതലായി ദൈവം നമുക്ക് വേണ്ടി ഉദിക്കുന്നുണ്ട്. എവിടെയൊക്കെ വിടുതൽ വരുന്നുണ്ട്? ആത്മാവിലും വിടുതല്, ശരീരത്തിന്റെ മേൽ വിടുതല്. 2 വിടുതൽ ഇന്ന് സംഭവിക്കുന്നുണ്ട്. രോഗശാന്തിയോടുകൂടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉദിക്കടിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ മഹത്വം കൊടുത്തട്ട്. ഓ റിവന ശബ്ദല ഭൗഡവ രാജപദീന അസ്തല ഭൗഡവ രാജപദീന രഗനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നിങ്ങളോ ഇത് ചെയ്യുമ്പോൾ നിങ്ങളോ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടങ്ങളെ പോലെയും തുള്ളിച്ചാടും. എവിടെ നിന്ന് വരുന്നേ? ഇത് കിട്ടുമ്പോ, രോഗശാന്തി കിട്ടുമ്പോ, ആമേ, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ. പശുക്കൂട്ടങ്ങൾ അറിയാലോ, തൊഴുത്തിൽ കെട്ടിയിട്ടയ്ക്കുന്ന പശുവിനെ, കെട്ടിയിടുന്ന പശുവിന് ഒരു സന്തോഷമില്ല. ഒന്ന് അവത്തൊന്ന് വിടണം. കെട്ടൊന്ന് അഴിച്ചു വിടുമ്പോൾ അത് തുള്ളിച്ചാടും. ചില കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ, ആമേ, ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ, ആമേ, അതിനെ ദൈവം പൊട്ടിക്കാൻ പോകുക. ഇന്ന് ബന്ധിക്കപ്പെട്ട്, ആമേ, തൊഴുത്തുകളിൽ ബന്ധിക്കപ്പെട്ട്, ആമേ, അകത്തും പുറത്തും ആത്മാവിലും ജഡത്തിലും ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ. ജഡത്തിലും ആത്മാവിലും ബന്ധിക്കപ്പെട്ട അനുഭവം. ആത്മാവിൽ ബന്ധിച്ചാൽ നമുക്ക് ഒരിക്കലും വിടുതലെടുക്കാൻ പറ്റൂല. 2 ബന്ധനം വരും. ആത്മാവിലും ബന്ധനം വരും, ജഡത്തിലും ബന്ധനം വരും. അത് 2 ഒന്ന് പൊട്ടുകയാണ്. അത് വിടുതലെടുത്തോളണം. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് പൊട്ടണം. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്
ചിലരെ തകർക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയല്ലാതെ ഉപവാസമല്ലാതെ ഈ ജാതികൾ നീങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞത് ആമേ സ്വർഗത്തിലെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആമേ തൊഴുത്തിൽ നിന്ന് ചിലതിനെ ദൈവം പുറപ്പെടുന്നുണ്ട്. തൊഴുത്തിൽ നിന്നുകൊണ്ട് ചിലതിനെ കൊണ്ടുവരുന്ന പോലെ, പശുക്കിടാങ്ങൾ പുറപ്പെടുന്ന പോലെ, തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പോലെ അവർ തുള്ളിച്ചാടും. കെട്ടുമ്പോൾ തുള്ളിച്ചാടാൻ പറ്റൂല. ഇന്ന് കാലിലൊക്കെ കഴുത്തിലാണ് പിടിച്ച് കെട്ടിയിരിക്കണേ അല്ലേ? പശുവിനെ എവിടെ കെട്ടുന്നു? കഴുത്തിലാണ് പിടിച്ച് കെട്ടിയിരിക്കുന്നത്. പക്ഷെ കഴുത്തിൽ കെട്ടുമ്പോൾ ബന്ധനമാണ്. ബന്ധനമുള്ള ഒരു വ്യക്തിക്കും ചാടാൻ പറ്റൂല. പുറത്ത് കൊണ്ടുവന്നാലും ഒരു ബന്ധനം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ബന്ധനമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതൊരു ബന്ധനം തന്നെയാണ്. അതൊന്ന് പൊട്ടണ്ടേ? ഇന്ന് പൊട്ടണ്ടേ? ആ ബന്ധനം പൊട്ടണം. ദൈവത്തിൻ്റെ സമയമാണ്. ഉപവാസത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കയറുകയാണ്. ഇന്ന് എവിടെയെങ്കിലും നമുക്ക് അസ്വസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ, ഇന്ന് യേശുവിനോട് പറ, ദൈവമേ നീ എനിക്ക് വെളിപ്പെടണം അപ്പച്ച. സത്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി ആത്മമണ്ഡലത്തിൽ വിടുതൽ തരത്തക്ക വണ്ണ നീ എന്നെ സ്വതന്ത്രമാക്കണം കർത്താവേ. എന്നെ എവിടെ ബന്ധിച്ചോ, പിശാച് എവിടെ ബന്ധിച്ചോ, ഇത് അവിടെ ദൈവം പറഞ്ഞു താളടിയാക്ക്. നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. അല്പസമയം കാര്യം അടിച്ച് ശക്തിയോടെ മാത്രം വന്നിട്ട് ബന്ധനങ്ങൾ പൊട്ടോട്ടെ, 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 പൊട്ടോട്ടെ. ആ ബന്ധനം പൊട്ടോട്ടെ. യെസ് യെസ്. പ്രാവിന് 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 നിങ്ങൾ അടുത്ത് നിന്ന് ആരാധിക്കുമ്പോ ഈ വിടുതലുകൾ പലയിടത്തും വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്ന പശുക്കിടങ്ങളെ പോലെ തുള്ളിച്ചാടും. വിടുതലെടുക്കുന്ന ഒരു തുള്ളിച്ചാടും. ഇന്നത്തെ ദിവസം കളയരുത്. ഇത് നിസ്സാരമായിട്ട് ചുമ്മാ ഇവിടെ വന്ന് പഴിഞ്ഞും കുടിച്ചും കൊണ്ട് ചായയും ബോണ്ടയും കുടിച്ച് നിൽക്കണമെന്നല്ല. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക് ഗൗരവമായിട്ട് വിടുതൽ, നിസ്സാരമായിട്ട് കാണുന്നവർക്ക് നിസ്സാരമാണ്. എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ എൻ്റെ വേല ചെയ്യും, ഞാനങ്ങ് പോകും. ഹല്ലേലൂയ. നിസ്സാരമായിട്ട് കാണുന്നത് നിസ്സാരമായിട്ടാണ്. പക്ഷെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് ഇവിടെ വിടുതലല്ല ദൈവമക്കളെ, വിടുതലുകൾ വരുന്നുണ്ട്. നിങ്ങളെ മുമ്പിൽ നിർത്തി തരാം. ഈ 2025 ഇന്ന് ലോകം കാണും, നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം. അതുവരെ അവിടെ ഇരിക്കട്ടെ, അതുവരെ ഇരിക്കട്ടെ. വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയ വലിയ വിടുതലുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പ്രൈസ്. ഈ മാസം സംഭവിക്കും. ഈ മാസം സ്റ്റാർട്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം. ഞാൻ ഈ ഘോരഘോരമായി പ്രസംഗിക്കുന്നത് പലർക്കും തെവിട്ടുമ്പോ ചിലർക്ക് ഭയങ്കര വിടുതലായി തീരുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അല്ല പ്രസംഗിക്കുന്നത്, ഇവിടെ കുറച്ച് ആൾക്കാരെയും വിളിച്ചിരുത്തിക്കൊണ്ടല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് ചാനലിനോടാണ് പ്രസംഗിക്കുന്നത്. എത്രയോ വലിയ വലിയ ഉന്നതന്മാരുടെ അകത്താണ് പോകുന്നത്. ചിലപ്പോൾ എത്ര ചാനൽ പോയില്ലെങ്കിലും ആരെ ഫോൺ നോക്കിയാലും കയറി അങ്ങ് പോകുന്നുണ്ട് ഇപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം എന്താണ്? ഇത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് വലിയവന്റെ ഹൃദയത്തിനകത്ത് ഇടപെടണമെങ്കിൽ, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ ദൈവം ഉണ്ടെന്ന് അറിയും. മുറിഞ്ഞ പാലത്തൊരു ദൈവം ഉണ്ടെന്ന് അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ തുള്ളിച്ചാടും. അതുപോലെ ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീരായി കൊണ്ട്, വായിച്ചേ 3-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാർ ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ, വരുന്ന ദിവസത്തിൽ കർത്താവ് ഉണ്ടാക്കുന്ന ഭൂമിയിൽ, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ വെളിപ്പാട് 21 വരുമ്പോൾ ഉണ്ടാക്കുന്ന ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ ആമേ വെണ്ണീർ പോലെ കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടും. ആര് ചവിട്ടും? ദൈവമല്ല ചവിട്ടാൻ പോകും, നിങ്ങളാ ചവിട്ടാൻ പോണേ. ദുഷ്ടന്മാരെ കൊണ്ട് ദൈവം വന്ന് ചവിട്ടുന്നല്ല, നിങ്ങൾക്കെതിരായിട്ട് ദുഷ്ടത്തരം ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ ചവിട്ടും. പറ, ഞാനത് ചവിട്ടി, ഈ വർഷം ഞാനത് ചവിട്ടി മെതിക്കും. അതിനുള്ള അധികാരം ആര് തരും? ദൈവം തരികയാണ്. ഇന്ന് മനുഷ്യനോ പാസ്റ്ററോ അല്ല തരുന്നത്,
ദൈവമാ തരുന്നത്. കർത്താവായ ദൈവം നിങ്ങൾക്ക് അധികാരം, നിന്റെ കാൽ കീഴിൽ ഞാൻ എൻ്റെ ശത്രുവിനെ പാദപീഠമാകോളം, പക്ഷെ അത് നീ ചവിട്ടും. ഈ വർഷം നിന്നെ ഉപദ്രവിക്കുന്നവർ, നിന്നെ ദ്രോഹിക്കുന്നവർ, നിന്നെ കരയിക്കുന്നവർ, നിന്നെ വേദനിപ്പിക്കുന്നവര്, ആമേ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതാ ദൈവ കാഴ്ചവട്ടിൽ കൊണ്ടുവരുന്ന ഒരു വർഷമാക്കി 2025 സ്വർഗ്ഗം അതിനെ മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവയെ അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ കർത്താവ് യേശു എന്നല്ല പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവം. ആ നാമത്തെ അങ്ങോട്ട് വലുതായിട്ട് പറയുക. ദൈവം ഒരു കാര്യം പറഞ്ഞ് അങ്ങ് ചെയ്തിരിക്കും, അതിന് ഒരു സംശയമില്ല. ചെയ്യും, അതിന് ഒരു സംശയമില്ല. അതാർക്കാ? ദുഷ്ടന്മാർക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5:4 വാക്യം. മത്തായി സുവിശേഷം 5:4. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടും. നിങ്ങൾ ഏതിനെ കുറിച്ചാണ് ദുഃഖിക്കുന്നത്? ആമേ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നീതി കിട്ടിയില്ല, ഹലേ, ഈ വർഷം നീതി കിട്ടും. അതാ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാ. നിങ്ങളെക്കുറിച്ച് ആ ഭാഗ്യവാന്മാർ പറയും. ലോട്ടറി അടിക്കുമ്പോഴല്ല ഭാഗ്യം എന്ന് പറയണത്. ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ പറയും, ചേട്ടാ അടിച്ചാ, എനിക്ക് ഭാഗ്യമില്ലടി, വീണ്ടും എടുക്കും. ഇന്ന് ഭാഗ്യം. നിങ്ങൾ ദുഃഖം പ്രതീക്ഷിക്കും പോലെ കയറുന്നില്ല. മുമ്പോട്ട് ഇസ്രായേൽ ജനത്തെ 4 സൈഡ് വളഞ്ഞു വെച്ചതുപോലെ വളഞ്ഞു വെച്ച വിഷയത്തിൻ്റെ മേൽ, അതാ ഇസ്രായേൽ ജനത്തിനെ വളഞ്ഞു വെച്ച് മിസ്രൈമിൽ വെച്ച്, ഇസ്രായേൽ ജനത്തിനെ മിസ്രൈം വെച്ച് വളഞ്ഞു വെച്ചതുപോലെ അവർ ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷവും കടന്നു വന്ന് ഒരു നിനക്ക് വേണ്ടി ആമേ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ ഒരുപാട് ദുഃഖിച്ചപ്പോൾ എനിക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവൂല. പക്ഷെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം കാണാൻ പറയും, അന്ന് ദുഃഖിച്ചതുകൊണ്ട് ഇന്ന് സന്തോഷം അനുഭവിക്കണം. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് അത് അനുഭവിക്കാൻ പറ്റൂ. ഈ ദുഃഖമില്ല പ്രയാസമില്ലാത്തവർക്ക് ഒന്നും കേൾക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ദുഃഖത്തോടും വേദനയോടും നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒറ്റപ്പെട്ട് മാറിയിരിക്കുമ്പോൾ എല്ലാവരുടെ വഴിയിലും അവിടെ മാറിപ്പോകുമ്പോൾ ഒരു ഏകാന്ത കടന്നു വരും, ഒരു ഒറ്റപ്പെടൽ കടന്നു വരും. അന്ന് എന്തെന്ന് ചോദിക്കാൻ പോലും ഒരു വ്യക്തിയും കാണത്തില്ല. പക്ഷെ നിരാശയോടെ മുകളിലോട്ട് നോക്കിയ ആകാശം, താഴോട്ട് നോക്കിയ ഭൂമി, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ നിൻ്റെ അടുത്തിരിക്കുന്ന യേശു നിനക്കുണ്ട്. നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന, ഒരമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഉപരിയായിട്ട് ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങളിന്ന് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മ അനുഭവിക്കാൻ പോകുന്നു. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഇതുപോലെ ഒരു സാക്ഷി ഞാൻ കേട്ടു. ഞങ്ങൾക്ക് കുറേ കൂടെ കഷ്ടം തന്നെങ്കിൽ ഞങ്ങൾ കുറേ കൂടെ അനുഗ്രഹിച്ചെന്ന്. നമ്മൾ ആത്മീയയിലായിരിക്കണം കേട്ടോ. ഭൗതികത്തിലുള്ള ദുഃഖമല്ല. നമ്മളെ മുമ്പോട്ടും ഇടത്തില്ല, ബാക്കിലോട്ടും ഇടത്തില്ല. നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മളിട്ട് ദ്രോഹം ഒരു കുറ്റം ചെയ്തില്ലെങ്കിൽ ചെയ്തെന്ന് അവസാനം പറഞ്ഞു, എൻ്റെ ഓഫീസിനകത്തിരുന്ന അലമാരയും മേശയും എടുത്തുകൊണ്ട് പോയി എന്ന്. അവസാനത്തെ കേസ് ഇതാണ് എനിക്ക് വന്ന കേസ്. അവരെ ഓഫീസിനകത്തിരുന്ന കട്ടിലും മേശയും ഞാൻ എടുത്തുകൊണ്ട് പോയി എന്ന്. മോഷണ കേസെന്ന് പറഞ്ഞാൽ ചെറിയ കേസൊന്നുമല്ല. പക്ഷെ ദുഃഖിച്ചു, ഒരുപാട് വേദനിച്ചു. പോലീസ് സ്റ്റേഷനിലൊക്കെ കമ്മീഷണർ ഓഫീസിലൊക്കെ കയറി ഇറങ്ങി, ഇവിടെ അവസാനം വനിതാസെല്ലിൽ കയറി ഇറങ്ങി. മോഷണ കേസിന് ഓരോ സെഷനായിട്ട് മാറിത്തിരിഞ്ഞു. ദുഃഖത്തോടെ കടന്നുപോയി, വേദനയോടെ കടന്നു വന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ മേൽ ആശ്വാസമായി. ഹല്ലേലൂയ. എവിടെ നമ്മൾ ദുഃഖിക്കുന്നുണ്ടോ, ഇന്ന് എവിടെ നിങ്ങൾ ദുഃഖത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു നിരാശയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നത്തെ ദുഃഖം നാളത്തെ സന്തോഷമായി മാറും. ഇന്നത്തെ വേദന നാളത്തെ ആനന്ദ കണ്ണീരായി മാറാൻ പോകുകയാണ് കുഞ്ഞെ. ഇന്നത്തെ ദുഃഖം നിങ്ങളുടെ ആനന്ദ കണ്ണീരായി സന്തോഷകരമായി മാറുന്ന ദിവസം അടുത്തിരിക്കുന്നുവെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. 2 തെസ്സലോനിക്കർ 1:7-8. ദൈവത്തെ അറിയാത്തവർക്ക്
നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഹല്ലേലൂയ, ആമേൻ. 1-2 തെസ്സലോനിക്കർ 1:7-8 ദൈവത്തെ അറിയാത്തവർക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് സുവിശേഷം അറിയാം. സുവിശേഷം പറയുന്നു, നീ ദൈവത്തിലേക്ക് കടന്നു വാ, നിൻ്റെ ദുഃഖം മാറും, പ്രയാസം മാറും, കഷ്ടത മാറും. ആമേ ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നും അനുസരിക്കാതെ പിടികൊടുക്കാതെ വഴുതി പോകുന്നവർക്ക് ദൈവം എന്താ ചെയ്യുന്ന ഈ വർഷം? പ്രതികാരം കൊടുക്കുമ്പോൾ വഴുതി പോകുന്നവർക്ക് എന്ത് ചെയ്യും ദൈവം? പ്രതികാരം. ദൈവം വഴുതി പോകുന്നവർ വെറുതെ വിടുകയൊന്നുമില്ല. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ നമ്മൾ അങ്ങോട്ട് വന്നുമില്ല പോകുന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടായിരുന്നാൽ മതി. ദൈവം അവരെ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാക്യമാണ് കിടക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്. അവർക്ക് വേണ്ടി ദൈവം പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർ അറിയാമല്ലോ ആരൊക്കെയാണെന്ന്. മനസ്സുകൊണ്ടും ആത്മീയം കൊണ്ടും ജഡത്തിലൊക്കെ അറിയാം. പീഡിപ്പിക്കുന്നവർക്ക് നല്ലപോലെ അറിയാം പീഡനം എന്താണ്. പീഡിപ്പിക്കുന്നവർക്ക് പീഡനം അനുഭവിക്കുന്നവർക്ക് പീഡനവും പീഡനം അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ പൗലോസ് പറയാ ആശ്വാസവും. നിങ്ങളൊരു കഷ്ടം സഹിക്കുമ്പോൾ പൗലോസ് ഞങ്ങളോട് കൂടെ, പൗലോസ് പറഞ്ഞ ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലയോ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ, പൗലോസ് ഞങ്ങളുടെ കൂടെ നിങ്ങളും അനുഭവിക്കുമ്പോൾ സഭയോട് പറയാ, നിങ്ങളോട് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ടാകും? നീതി ഉണ്ടാകും. ഹല്ലേലൂയ. നീതിയുടെ കൂടെ നിന്നാൽ മാത്രമേ നീതി മുളയ്ക്കത്തുള്ളൂ. 2025 പറയുന്നു, നീതിയുടെ കൂടെ നിന്നാൽ, ഞങ്ങളോ കൂടെ നിന്നാൽ, നീ ഞങ്ങളെ കൂടെ നിന്നാൽ നിന്നെ നീതി മുളപ്പിക്കും. അനീതി കൂടെ നിൽക്കരുത്, അനീതി കൂടെ ചെന്ന് നിൽക്കരുത്, അനീതി പറയുന്ന ദുഷ്ടന്മാർ നിൽക്കരുത്. ഹല്ലേലൂയ. വചനം പറയുന്നു, നീ ഞങ്ങളോട് കൂടെ നിൽക്കണം. പൗലോസ് പറയാ, എന്നാ നിനക്ക് എന്തുണ്ടാവും? ആമേൻ. ആശ്വാസവും പകരം നൽകുന്ന പോലെ ദൈവസന്നിധിയിൽ നീതിയും കിട്ടും. സകല ജാതികളും കാണുക ഇവർ നീതിയും സ്തുതിയും മുളപ്പിക്കും. കഷ്ടത സഹിക്കുന്നിടത്ത് കഷ്ടത്തോടെ കൂടെ നിന്നാൽ, പ്രതികൂലത്തിന്റെ മധ്യേ ഒന്ന് കൈകാൽ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വിടുതൽ തരിക തന്നെ ചെയ്യും. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ആശ്വാസം പകരുന്ന വർഷമാണ്. ദൈവം ആശ്വസിപ്പിക്കും. കൂടെ ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ അവരെ കൂടെ ചെന്ന് നിൽക്കരുത്, പണി കിട്ടും. പീഡിപ്പിക്കുന്നവരെ കൂടെ ചെന്ന് ചേർന്ന് നിൽക്കരുത്, അവിടെ നിന്ന് വിട്ടു മാറണം. നമുക്ക് ഒഴിഞ്ഞു പോകേണ്ട അടുത്ത് കൊമ്പേറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. ചില കൊമ്പേറികൾ വന്നാൽ കൊത്താൻ വേണ്ടി നിൽക്കില്ല, ഒഴിഞ്ഞു പോകേണ്ട. താൻ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കവും. ഒഴിഞ്ഞു പോകേണ്ട അടുത്ത് ഒഴിഞ്ഞ് തന്നെ പോകണം. ഹല്ലേലൂയ. കാര്യം എന്താണ്? ദൈവം പ്രതികാരം ചെയ്യും. ദൈവം പ്രതികരിക്കുമെന്ന്. ഈ വർഷം ദൈവം പ്രതികരിക്കാതെ കയ്യും കെട്ടിയിരിക്കുന്ന ദൈവമല്ല. എൻ്റെ കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുവാൻ എഴുന്നേറ്റിട്ടുണ്ട്. സിംഹാസനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം എഴുന്നേൽക്കുന്ന വർഷമാണ്. ദൈവം നീതിയുടെ പൊൻചെങ്കോൽ നിനക്ക് വേണ്ടി നീട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മേൽ ഒരു വിടുതലിന്റെ മേൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞങ്ങളുടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവം. നിങ്ങൾ എത്ര കഷ്ടതയായാലും ദൈവത്തിൽ ഉറച്ചു നില്ല്. എത്ര വേദന ഉണ്ടെങ്കിലും ദൈവത്തോട് ചേർന്നിരി. ഒരു പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ടൊരു ഉപവസിക്ക്. വേദന വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിര്. അല്ല, കഷ്ടം വരുമ്പോൾ കഷ്ടതയെ കരഞ്ഞിരിക്കരുത്. മനസ്സിന് സുഖമില്ല, വചനം ഒന്നും കേൾക്കാൻ പറ്റില്ല, ഉപവസിക്കണമെന്നേ. ദൈവത്തോട് കരയണം. നമ്മുടെ വേദന വന്നാൽ നമ്മൾ ഒന്നും ഇങ്ങനെ മിണ്ടായിരിക്കരുത്. ഹൃദയം പൊട്ടിക്കരഞ്ഞാൽ, കർത്താവേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ നന്നാവാത്തത്,
എനിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മനസ്സിനകത്ത് കൊണ്ടുവന്ന ശത്രുടുന്ന കളകളെ വലിച്ചെറിഞ്ഞ് അത് വളരാൻ വിട്ടുകൊടുക്കരുത്. വലിച്ച് എറിയേണ്ടത് എറിഞ്ഞ് കുപ്പത്തൊഴിൽ എറിയണം. കുപ്പകളിൽ എറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി ആ കഷ്ടയുടെ നടുവിൽ നിന്നുകൊണ്ട് പറയണം, എനിക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട്. ആമേ, ഹല്ലേലൂയ. നമ്മൾ കഷ്ടത സഹിക്കുമ്പോഴാ, ചില ബുദ്ധിമുട്ട് സഹിക്കുമ്പോഴാ ദുഃഖം നമുക്ക് സന്തോഷമായി മാറുന്നത്. ഒരു ദുഃഖത്തിലൂടെ അല്ലാതെ, ഒരു കഷ്ടതയിലൂടെ അല്ലാതെ ഒരു നിത്യതയിലേക്ക് പോകാൻ പറ്റത്തില്ല. കർത്താവ് യേശു ക്രിസ്തു ഒരു കഷ്ടതയിലൂടെയാ, ഒരു ക്രൂശീകരണം അറിയാം, അത് നമുക്ക് മാതൃകയായി വരച്ച് കാണിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രയാസവും ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും അലട്ടുന്നത് ഹല്ലേലൂയ മരണം മുമ്പിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇല്ല, അപ്പുറമായി ഒരു ദൈവം, ഒരു തേനും പാലും ഒഴുകുന്ന ഒരു കാനാദേശം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് മറന്നു പോകരുത്. നിന്റെ മുമ്പിൽ ചെങ്കടലാണ്, നിന്റെ ബേക്കിൽ മരുഭൂമിയാണ്. രണ്ടുമാണെങ്കിലും ഹല്ലേലൂയ ഇതിനെ രണ്ടും സൃഷ്ടിച്ച ദൈവമാണ്. പാറയെയും വെള്ളത്തെ സൃഷ്ടിച്ച ദൈവത്തിന് പറ്റും ഒരു തേനാക്കി മാറ്റുവാൻ. നിന്റെ കൈപ്പായ ജീവിതത്തെ എൻ്റെ ദൈവത്തിന് പറ്റും തേനാക്കി മാറ്റുവാൻ. അതാ തേനും പാലും ഒഴുകുന്ന ദേശത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, അതിനുവേണ്ടി യേശുവിനോട് പൊരുതണം, അതിനുവേണ്ടി ചങ്കൂറ്റമായി നിൽക്കണം. ആരുടെ മുമ്പിൽ സുവിശേഷം സത്യത്തിന്മേൽ സത്യമായിട്ട് തന്നെ പറയണം. അസത്യം പറയരുത്. അപ്പാന്ന് പറഞ്ഞിട്ട് അപ്പാന്ന് തന്നെ പറയണം. ഹല്ലേലൂയ. ആരുടെ മുമ്പെയും വചനത്തിന്റെ മുമ്പില് പരിശുദ്ധാത്മാവിൻ ചോട്ട് വന്ന പത്രോസ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് ധൈര്യമായിട്ട് നിന്നു. ഹല്ലേലൂയ. ആ ശക്തി നിങ്ങൾ പ്രാപിക്കണം. ആ അഭിഷേകത്തോടെ കടന്നു പോകണം, ആ ബലത്തോടെ കടന്നു പോകണം. ദൈവം നിന്നെ ഈ വർഷം ആശ്വസിപ്പിക്കുക ചെയ്യും, ദൈവം വിടുവിക്കുക ചെയ്യും. നിന്റെ ഹൃദയത്തിന്റെ മേൽ നിലവുകൾ അറിയുന്ന ദൈവം ചേർത്ത് പിടിക്കും. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. അപ്പാ, ഇതുവരെ അനുഗ്രഹിച്ചനായ സ്തോത്രം. ഇന്ന് വേദന നടുവിലായിരിക്കുന്ന ദുഃഖിതന്മാർക്ക് മുറിവുകൾ വെച്ച് കിട്ടുക, ദുഃഖിതന്മാർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സ്വർഗമേ അനുഗ്രഹിക്കാനായ സ്തോത്രം. അപ്പം ഇന്ന് മുമ്പോട്ട് ഒന്നും പോകാൻ കഴിയാതെ ജീവിതങ്ങൾ അടഞ്ഞുപോയി, കുടുംബജീവിതം പരാജയപ്പെട്ടു പോയി, ഉപജീവന മേഖല അടഞ്ഞുപോയി, കടഭാരങ്ങളാൽ നിരാശയോടെ ഇരിക്കുന്നത്, ജീവിതം തള്ളി നീക്കും പോലെ, ഒരു കാളയം വേണ്ടി തള്ളി നീക്കും പോലെ അപ്പച്ച ജീവിതം തള്ളി 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 നീക്കുന്ന അനുഭവത്തിൽ കടന്നു പോകുന്ന ഈ ജനത്തോട് മനസ്സലിയണം, ദൈവരെ വിടുവിക്കണം. ദൈവത്തിൻ്റെ മഹത്വമേറിയ വിടുതൽ നീതിയായി നീതി സൂര്യൻ, ഇന്ന് ഞങ്ങൾ കേട്ടല്ലോ അപ്പച്ച, നീതി സൂര്യൻ നിനക്ക് വേണ്ടി ഉദിക്കുമെന്ന്. സ്വർഗമേ, അവിടുന്ന് മനസ്സരിഞ്ഞനായ സ്തോത്രം, അടിയനടുത്ത് ഉയർച്ചനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരകൾ സമർപ്പിക്കുന്നു. ഇന്ന് ഈ ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബ് ചാനലുകളുടെ സകലവർക്കും, ലോകം സകലവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.